ത്രിമൂർത്തികളുടെ ഉത്ഭവസ്ഥാനം മുതൽ പാർവതീ പരിണയത്തെക്കുറിച്ചുള്ള ചിന്ത ചേർന്ന് വന്നാലേ നമുക്കത് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ പാർവതി ശിവനെ വിവാഹം കഴിച്ചതാണല്ലോ പരിണയം, അല്ലേ? അപ്പോൾ അതിനു മുമ്പ് ശിവനോടൊപ്പം പാർവതി ഇല്ലായിരുന്നു. എന്താ ഉണ്ടായിരുന്നു? എങ്ങനെ? സതിയായി, അല്ലേ? അപ്പം സതിയെ വിവാഹം കഴിച്ചല്ലോ, അല്ലേ? ആദ്യമേ ദക്ഷൻ്റെ പുത്രിയെ സതിയെ വിവാഹം കഴിക്കുന്നത് വരെയും ശിവനോടൊപ്പം ദേവി ഇല്ലായിരുന്നു. ഇല്ലായിരുന്നോ? എന്താ? നമ്മൾ പലപ്പോഴും ദക്ഷൻ്റെ പുത്രിയായ സതി മുതലാണ്, അല്ലേ, ശിവനിലെ പത്നീഭാവത്തെ കാണുന്നത്. അങ്ങനെയല്ല. ത്രിമൂർത്തികൾ ഉത്ഭവിച്ച സമയം തന്നെ പ്രപഞ്ചത്തിൽ ആദിപരാശക്തിയായ ഭഗവതിയിൽ നിന്ന് വിഷ്ണുവും, വിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാവും, ബ്രഹ്മാവിൽ നിന്ന് രുദ്രനും, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ മറ്റൊരു തത്വത്തിലും പറയുന്നുണ്ട്, അവിടെ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് തങ്ങളിൽ ആരാണ് ബഹുകേമൻ എന്നറിയാൻ ഒരു തർക്കമുണ്ടായി. അപ്പോൾ ചോദിക്കും, ദൈവങ്ങൾ തമ്മിൽ തർക്കണം. അവിടെ തർക്കമുണ്ടായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബ്രഹ്മാവും വിഷ്ണുവിനെയും അതീതമായിട്ടുള്ള സ്ഥാനമാണ് ശിവനെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? ചിലതിനെ ഉയർത്തി കാണിക്കും. ഇപ്പോൾ കണക്ക് പഠിപ്പിക്കുന്ന സാറ് ഇംഗ്ലീഷിനെയും മലയാളത്തേക്കാൾ നല്ലത് കണക്കാണെന്ന് പറയില്ലേ, അല്ലേ? അതേ സാർ അപ്പുറത്തെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പറയും, അധികം മലയാളമാണ് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുക. എന്താണ് അവിടെ ചെല്ലുമ്പോൾ പറയുന്നത്? കണക്കാണ് വലുതെന്ന് പറയുമോ? മലയാളമാണ് വലുതെന്ന് പറയും. എന്നതുപോലെയാണ് ഓരോ പുരാണത്തിലും ആ പുരാണത്തിൻ്റെ ദേവതയെ ഉയർത്തിക്കാട്ടും. ദേവി ഭാഗവത്ത് വരുമ്പോൾ, അല്ലേ, ദേവിക്ക് പ്രാധാന്യത്തിൽ കൽപ്പിക്കും. എല്ലാ കാര്യവും ആരെ ആശ്രയിക്കും? ദേവിയെ ആശ്രയിക്കും. ശിവപുരാണത്തിൽ പോയാലോ എല്ലാ കാര്യത്തിലും ശിവനെ ആശ്രയിക്കുന്നു. ഭാഗവത്തിൽ പോയാൽ കൃഷ്ണനെ. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാത്തിൻ്റെയും കാഴ്ചപ്പാട് ഒന്ന് തന്നെയാണ്. വ്യത്യസ്തമായ സബ്ജക്റ്റുകളും ലാംഗ്വേജും പഠിച്ചിട്ടല്ലേ നമ്മൾ ഒരുമിച്ചൊരു പരീക്ഷ എഴുതുന്നത്, അല്ലേ? അതുപോലെ ഒരു സംവിധാനം പോലെ തന്നെയാണ്. അപ്പോൾ ഈ വിവിധ കോണുകളിലൂടെ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു തർക്കം വന്നപ്പോൾ അവരുടെ മധ്യഭാഗത്തായിട്ട് ലിംഗരൂപത്തിൽ ഭഗവാൻ, അല്ലേ, വലിയൊരു അഗ്നിലിംഗമായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയാണ് ശിവൻ്റെ ആദ്യത്തെ അവതാരത്തെക്കുറിച്ച് പറയുന്നത്. ശിവൻ രംഗപ്രവേശനം ചെയ്യുന്നത് ഈ ബ്രഹ്മാവിനും വിഷ്ണുവിനും നടുക്ക് ഒരു വലിയ അഗ്നിസ്തൂപം പോലെ ഒരു ലിംഗത്തിൽ ഒരു തൂണ് പോലെ രൂപം പ്രത്യക്ഷപ്പെട്ടു. ഇതാരാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അശരീരി കേട്ടു, ഞാൻ മഹാദേവനാണ്, എല്ലാത്തിനും മുകളിലുള്ള ആൾ, അതാണ് മഹാദേവൻ, ദേവന്മാരിൽ മുമ്പനാണ് എന്ന് കേട്ടു. അപ്പോൾ ഇവരുടെ എന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ മുകളറ്റവും താഴറ്റവും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ, മഹാവിഷ്ണു പറഞ്ഞ് അതിൻ്റെ ആരംഭം കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് മുകൾ കണ്ടുപിടിക്കാൻ പോയെന്ന് പറഞ്ഞു. ബ്രഹ്മാവിന് സാധിച്ചില്ല, പക്ഷെ ഒരു കളവ് പറഞ്ഞു എന്ന് പറഞ്ഞു. നേരെ വിഷ്ണു താഴോട്ട് പോയിട്ട് എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് മഹാദേവൻ ബ്രഹ്മാവ് പറഞ്ഞ കളവാണെന്ന് പ്രഖ്യാപിച്ചു. ഇങ്ങനെയൊക്കെ കുറേ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ എന്തിനാണ് ബ്രഹ്മാവ് കളവും പറഞ്ഞു എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം വേറൊന്നുമല്ല, ബ്രഹ്മാവ് സൃഷ്ടിയുടെ ദേവനാണ്. സൃഷ്ടിയിലേക്ക് വരണമെങ്കിൽ ഞാനെന്ന ഭാവം ചേർന്നാലേ ഇത് വരുള്ളൂ, സൃഷ്ടി വരുള്ളൂ. മനസ്സിലായി? മായ കൂടിച്ചേരുമ്പോഴാണ് ശുദ്ധ ബ്രഹ്മം മറ്റു പല. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, മണ്ണ് കുടമാകുന്നു, മണ്ണ് കട്ടയാവുന്നു, മണ്ണ് ഓടാവുന്നു. മണ്ണ് മാത്രം വാരി വെച്ചിട്ട് നമുക്ക് കലമാക്കാൻ പറ്റുമോ? മണ്ണിനോട് എന്ത് ചേരണം? വെള്ളം ചേരണം, അല്ലേ? മണ്ണിനോട് വെള്ളം ചേർന്നല്ലേ ഓടുണ്ടാക്കാൻ പറ്റും. മണ്ണിനോട് വെള്ളം ചേർത്തിട്ടല്ലേ കട്ട ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് പിന്നെ വെള്ളമുണ്ടോ? ഉണ്ടോ? പിന്നെ നമ്മൾ അഗ്നിയിൽ ചൂടാക്കി ഇതിലെ വെള്ളം മുഴുവൻ കളയും. പറഞ്ഞതിൻ്റെ എളുപ്പം മനസ്സിലായോ? വ്യക്തമായോ? അപ്പം അവിടെയും സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ അവിടെ എന്തോ ഒന്ന് കൂടിച്ചേരണം, അത് മായയാണ്. അപ്പം മായ കൂടിച്ചേരുമ്പോൾ അജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് അവിടെ ബ്രഹ്മാവ് അതിനെ സ്വീകരിച്ചത്. ബ്രഹ്മാവ് കളവ് പറഞ്ഞു. കളവ് എപ്പോഴാണ് പറഞ്ഞത്? ജ്ഞാനികൾ പറയുമോ അജ്ഞാനികൾ പറയുമോ? അജ്ഞാനത്തിൽ വരും. മനസ്സിലായില്ലേ? അത് ആ അർത്ഥത്തിൽ മാത്രം അതിനെ എടുത്താൽ മതി. ഇങ്ങനെ ആദ്യമായി ശിവൻ രൂപപ്പെട്ട ദിവസമാണ് ധനുമാസ തിരുവാതിരയായി. മനസ്സിലായില്ലേ? ഭഗവാന്റെ പിറന്നാൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്ന ധനുമാസ തിരുവാതിരയ്ക്ക് തിരുവാതിരയും, അല്ലേ, ദശപുഷ്പങ്ങൾ ചൂടിയ മംഗമാരുടെ പൂത്തിരുവാതിരയും പുത്തൻ തിരുവാതിരയും രാവോളമാടി പാർവതി സങ്കല്പത്തോടുകൂടി ആടുന്ന സങ്കല്പവും പുഴുക്കുമൊക്കെ വെക്കുന്നതൊക്കെ ആ സങ്കല്പമാണ്. അപ്പോൾ ഇവിടെ ത്രിമൂർത്തികൾ ഉണ്ടായ സമയത്ത് തന്നെ ആദിപരാശക്തിയായ ദേവി ഞങ്ങളെ മൂവരെ ആരാണ് സൃഷ്ടിച്ചതെന്ന് ഇവർ മൂവരും ചിന്തിച്ചു. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ദേവി പ്രത്യക്ഷപ്പെട്ടു.
ആ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഭഗവതിയോട് ചോദിച്ചു, ഞങ്ങൾക്ക് നാഥയായതുള്ളത് അമ്മയല്ലേ, അങ്ങനെയാണെങ്കിൽ അമ്മയുടെ വൈഭവം എന്താണെന്നൊക്കെ അറിയണമെന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. തുടക്കത്തിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ ചേർത്ത് വെച്ചത്. അന്നത് പറയാത്തത് ഇവിടെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ച സമയത്ത് ദേവി ഇവരെയും കൂട്ടിക്കൊണ്ട് ആകാശമാർഗത്തിൽ സഞ്ചരിച്ചു, എല്ലാ ലോകത്തെയും കാട്ടിക്കൊടുത്തു. നമ്മുടെ ഇതേ ലോകം പോലെ അനവധി ലോകമുണ്ടെന്നൊക്കെ അവിടെ പറയണേ, കാട്ടിക്കൊടുത്തു. അങ്ങനെ ഓരോ ലോകത്തിലും ഓരോ ത്രിമൂർത്തികളുണ്ട്, മനസ്സിലായില്ലേ? അവിടെ ഒരു ബ്രഹ്മാവുണ്ട്, അവിടെ ഒരു യഥാർത്ഥ ഇവരുടെ തന്നെ പതിപ്പായി ഓരോ സ്ഥലത്തും ആൾക്കാരുണ്ടെന്ന് കാട്ടി. അതിനുശേഷം പറഞ്ഞു, ഞാൻ ശക്തിരൂപിണിയായി നിങ്ങളുടെ മൂവരോടൊപ്പം വസിച്ചുകൊണ്ട് നിങ്ങളെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ശക്തിയാക്കി മാറ്റും. ഇതാണ് ദേവി പറഞ്ഞത്. മൂവരോടൊപ്പം വസിക്കും. അങ്ങനെ ബ്രഹ്മാവിനോടൊപ്പം വാണിയായി മാറി, സരസ്വതിയായി മാറി. അത് കഴിഞ്ഞ് ശിവനോടൊപ്പം ഉമയായി തീർന്നു, വിഷ്ണുവിനോടൊപ്പം രമയായി മാറി. അങ്ങനെ ഈ മൂവരോടൊപ്പവും ആര് വന്നു? ദേവി വന്നു. ആ സമയത്ത് ദേവി പറഞ്ഞു, ഞാനിതാ ഭാര്യാരൂപത്തിൽ നിങ്ങളോട് വസിക്കുന്നു എന്നുണ്ട് എന്ന് വെച്ചിട്ട്, മനസ്സിലായില്ലേ, എന്നെ എപ്പോഴും അങ്ങ് കയറി നിയന്ത്രിക്കാനും ഒരു കാരണവശാലും പുച്ഛിക്കാനും പരിഹസിക്കാനും പാടില്ല, അല്ലേ? കാരണം ഭാര്യയാണ് എന്നുള്ളത് കൊണ്ട് ഭാര്യയെ പരിഹസിക്കുക എന്ന് പറയുന്നത് അവകാശമുണ്ടോ? ഉണ്ടോ? ഇല്ല. അങ്ങനെ അഥവാ ഭർത്താവ് പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും 10ന് 100 എന്നുള്ള നിലയിൽ ആര് തിരിച്ചു കൊടുക്കും? മനസ്സിലായില്ലേ? വാങ്ങിക്കൂട്ടുന്നതിനേക്കാൾ പലിശ സഹിതം തിരിച്ചു കൊടുക്കുന്നതിന് മിടുക്കാർക്കുണ്ട്, സ്ത്രീകൾക്കുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? തിരിച്ചു കൊടുക്കാൻ പല വഴിയുണ്ട്, അല്ലേ? ഒരു വഴിയൊന്നുമല്ല. മനസ്സിലായോ? ചില ഭാര്യമാരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നല്ല ചൂട് ചായ എടുത്തിട്ടുണ്ടല്ലോ, ഈ ഗ്ലാസ് ആദ്യമേ പച്ചവെള്ളത്തിലൊത്തൊന്ന് നോക്കും, നല്ല തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് അതിനകത്ത് ചൂട് ചായ വെച്ചിട്ട് പെട്ടെന്ന് കൊണ്ടു കൊടുക്കും. ഗ്ലാസ്സിൽ പിടിക്കുമ്പോൾ ചൂടില്ല, നല്ലതുപോലെ എടുത്ത് വായിലോട്ട് വെക്കും, എന്നിട്ടൊരു തുപ്പുണ്ട്. ഇത് തൊട്ട് തുടങ്ങി ടെക്നിക്ക് പറഞ്ഞു തരിക കേട്ടോ. പ്രത്യേകമായിട്ട് നേരിട്ട് വന്ന് കണ്ടാൽ എല്ലാവർക്കും ഇതൊക്കെ പറഞ്ഞു തരാം. അപ്പം ഒന്നും വിചാരിക്കരുത്, എനിക്കങ്ങനെ ഒന്നും അറിയില്ല, അനുഭവമില്ല. എങ്കിലും കേൾവിയിലുള്ളതൊക്കെ പറഞ്ഞു എന്നുള്ളത്. ചിലപ്പോൾ എരി കൂട്ടും, പുളി കൂട്ടും, അല്ലേ, കുറയ്ക്കും, ഇതൊക്കെ ചെയ്യും. ചിലരുണ്ട് തുണിയൊക്കെ തേച്ചുകൊണ്ട് കൊടുക്കും. അന്നേരമായിരിക്കും ഭർത്താവ് എന്തെങ്കിലും ഒരു വഴക്ക് പറഞ്ഞേ, എന്നാൽ പിന്നെ ഇരിക്കട്ടെ, ആ ഉടുപ്പിൻ്റെ പുറകിൽ പിടിച്ചൊരു ചുളുക്ക് കൊടുക്കും, അത്ര സുന്ദരനായിട്ട് പോകണ്ട. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഒരുപാട് പണികൾ, ഒരുപാട് ടെക്നിക്കുകൾ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് നമുക്കാണ്. തമാശ രൂപേണ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരിക്കലും പരിഹസിക്കാൻ പാടില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഭാര്യ ഭർത്താവിനെയോ നിന്ദിക്കാൻ പാടില്ല ഒരിക്കലും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയെയും തന്നേക്കാൾ കുറച്ച് കാണാനും പാടില്ല. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നിന്ദിക്കുന്ന സ്വഭാവം അങ്ങോട്ടും കുറച്ച് കാണലും വന്നു കഴിയുമ്പോഴല്ലേ അവിടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനവും സ്നേഹവും കൊടുക്കാൻ സാധിക്കണം. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഭാര്യമാരെ ഭർത്താക്കന്മാരെ വിളിച്ചിരുന്നത് എന്താ? അങ്ങുന്നേ, അവിടുന്ന്, ചേട്ട, അല്ലേ, കുട്ടികളുടെ അച്ഛന്നൊക്കെയാണ്. ഇപ്പം വിളിക്കുന്നത് എന്താ? ഇടയ്ക്ക് പേര് വിളിയായി, പിന്നെ കുട്ട എന്ന് വിളിയായി. 10 പേരെ മുമ്പിൽ വെച്ച് പറയും, ഈ പൊട്ടനൊന്നും അറിയത്തില്ല, വാ പൊട്ട, വണ്ടിയിട, നമുക്ക് പോവാം. അപ്പോൾ ഇപ്പോൾ സ്നേഹം കൂടിക്കഴിഞ്ഞാൽ ഭർത്താവിനെ നാട്ടുകാരുടെ മുമ്പിൽ ആരാക്കി? പൊട്ടനാക്കി. മനസ്സിലായില്ലേ? ഒരിക്കൽ പോലും ചെയ്യാൻ പാടില്ല. ഭർത്താവിനെ നിന്ദിക്കുന്നത് ഭാര്യ സഹിക്കില്ല. ഇപ്പം പറയുന്നത് എനിക്കോ പറ്റില്ല, നാട്ടുകാരെങ്കിലും അങ്ങനെയൊന്ന് കളിയാക്കി എനിക്കൊരു സന്തോഷം എന്ന് പറയും. ഇവിടെ പരസ്പര പൂരമായി കുടുംബം ആനന്ദമാകുന്ന പരസ്പര ബഹുമാനം കൊടുക്കുമ്പോഴാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളെയാണ് പുരാണത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദേവി പറഞ്ഞു ഒരിക്കലും പരിഹസിക്കാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞിട്ടാണ് മോരോടൊപ്പം താമസം ആരംഭിച്ചത്. ഇതിനിടയ്ക്ക് ഈ ഹലാപാലന്മാരെന്ന് പറയുന്ന കുറേ അസുരന്മാരുടെ ഒരു കൂട്ടമുണ്ട്, ഒരു വിങ്ങുണ്ടായി. അപ്പോൾ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ശിവനും വിഷ്ണുവും കൂടി യുദ്ധത്തിന് പോയി. അപ്പോൾ ഭർത്താവ് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഭർത്താവ് പോകുന്ന വഴിക്ക് ഐശ്വര്യമുണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നത് ആരാ? ഭാര്യമാരാണ്, അല്ലേ? അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒരു തലമുണ്ട്. നമുക്ക് കുറേ കൂടെ കഴിയുമ്പോൾ തുളസി ചരിതം വരുമ്പോൾ കാണാൻ സാധിക്കും, യുദ്ധക്കളത്തിൽ പോകുന്ന ഭർത്താവിന് വേണ്ടി വ്രതം നോക്കുന്ന ഭാര്യയെ കാണാൻ സാധിക്കും. കാരണം എന്താ? ഭർത്താവിന് ഐശ്വര്യം ഉണ്ടാകുമ്പോൾ ആ ഐശ്വര്യമല്ലേ നമ്മുടെ വീട്ടിലേക്ക് വന്നു ചേരുന്നത്, അല്ലേ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയ്ക്ക് എന്താണ്? ഈശ്വരതുല്യം തന്നെയാണ്, അല്ലേ? നാരിക്ക് നരൻ പതി ഈശ്വരതുല്യനാണ്. അപ്പം എന്ന് വെച്ചാൽ ഭർത്താവ് ഈശ്വരതുല്യനാകുമ്പോൾ തിരിച്ചെങ്ങനെയായിരിക്കണം? ആ ഈശ്വരതുല്യത്തിൻ്റെ പകുതി ആർക്കുള്ളതാണ്? തിരിച്ച് ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കണം. അതാണ് സഹധർമ്മിണി. സഹധർമ്മിണി അതിൻ്റെ പ്രതീകമാണ് അർദ്ധനാരീശ്വര രൂപത്തിൽ മഹാദേവനെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഇതൊക്കെ ഈ മൂല്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ കുടുംബജീവിതമൊക്കെ മുന്നോട്ട് പോകണം. മനസ്സിലാവുന്നുണ്ടോ?
ഈ കുടുംബജീവിതത്തിന് ഇത്തരം മൂല്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പഠിക്കാതെ എങ്ങനെയൊക്കെ ജീവിച്ച് ചിലവരത്തിലെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ചട്ടിയും കലവുമാണ്, തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടും അല്ലേ, ഇടയ്ക്കിടയ്ക്ക് വെടിക്കെട്ടാവും, ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ കരിന്തിരിയാവും, അങ്ങനെയൊക്കെ പോകും. അങ്ങനെയല്ല, ജീവിതം ആനന്ദമാവണമെങ്കിൽ പരസ്പരം അറിഞ്ഞ് ജീവിക്കണം അല്ലേ, പരസ്പരം അറിയണം. ഒരാളിലൊരു കുറവുണ്ടെങ്കിൽ അതറിയണം, അറിഞ്ഞാൽ ആ കുറവ് നമുക്ക് ബുദ്ധിമുട്ടാവില്ല. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, പരിഗണിക്കണം. ആ കുറവിനെ നമ്മൾ ഒരിക്കലും കുറ്റമായി കാണാതെ നമ്മൾ തന്നെ അതിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ സഹകരിക്കണം, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെയാണ് പരസ്പരം ജീവിതത്തെ തമ്മിക്കിടന്ന് അടിച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു വീട്ടിനുള്ളിലാണ് താമസിച്ചു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആകെ കുറച്ച് കാലമാണ് താമസിക്കാൻ പറ്റുന്നത്. ആ കുറച്ച് കാലം വളരെ ഉത്തമമായി സ്നേഹസമ്പന്നമായി ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്ന മാതാപിതാക്കളെ കണ്ടാണ് മക്കൾ വളരേണ്ടത്. കാരണം എന്താ, അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹവും ബഹുമാനവും കണ്ട് വളരുന്ന മക്കൾ ഒരിക്കലും വഴിതെറ്റി പോവില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും വഴിതെറ്റി പോകുന്നതിൻ്റെ കാരണം നമ്മൾ വീട്ടിൽ കിടന്ന് നമ്മളെ വിചാരം നമ്മൾ യുദ്ധം ചെയ്യിക്കുന്ന കണക്ക് ഇല്ലേ, അമ്മ അമ്മയുടെ ഭാഗം അച്ഛൻ്റെ ഭാഗവും പറഞ്ഞ് യുദ്ധം ചെയ്യും. ഇത് രണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന കൊച്ചുങ്ങൾ ആരെ വെറുക്കും? നമ്മളെ വെറുക്കും. ഇതൊക്കെയൊന്ന് മനസ്സിലാക്കി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. ശരി, ഇവിടെ പറഞ്ഞു വന്നത് ഈ ഹലബാലന്മാരെ വധിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ വിഷ്ണുവും അതുപോലെ തന്നെ ശിവനുമാണ് പോയത്. ബ്രഹ്മാവിനെ യുദ്ധത്തിന് പോകാത്തതുകൊണ്ട് പ്രശ്നക്കാരൻ അല്ല. തിരിച്ചു വന്ന സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ പറയുന്ന ദേവിമാർ അവിടെ പുഞ്ചിരിയോടുകൂടി ഇവരെ വരവേറ്റു. യുദ്ധം ജയിച്ചു വന്ന ഭർത്താവിനെ വരവേറ്റു. നമ്മളൊരു പാട്ട് കേട്ടിട്ടില്ലേ, പൂമുഖ പാതുക്കൽ സ്നേഹം തുളുമ്പുന്ന ആരോ ആയിക്കോട്ടെ, എന്തായാലും അതുപോലൊക്കെ തന്നെ ഇതൊക്കെ പുരാണമൊക്കെ വായിച്ചിട്ടുള്ളതായിരിക്കും ഇതൊക്കെ എഴുതുന്നത്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെ അത്തരത്തിൽ വരവേറ്റു. അങ്ങനെ വരവേൽക്കുന്ന വരവേറ്റ സമയത്ത് ഇവരാവട്ടെ ഞങ്ങൾ യുദ്ധം ജയിച്ച് കേമന്മാരാണെന്നും പറഞ്ഞാണ് ഇവർ വരുന്നത്. ഇവിടെ ഭാര്യമാർ ചിരിച്ചുകൊണ്ട് വരവേറ്റതാ, നിങ്ങളുടെ മാത്രം കേമം കൊണ്ടല്ല, ഞങ്ങളുടെ പ്രാർത്ഥനയും കൂടെ കൊണ്ടാണ് നിങ്ങൾ ജയിച്ചത് എന്നർത്ഥത്തിലാണ് ഇവർ ചിരിച്ചത്. ഇവർ ആ ഭാവത്തിൽ ചിരിച്ചപ്പോൾ ഇവിടെ ഭഗവാന്മാർ ഇവർ രണ്ടുപേരെയും കളിയാക്കി. മനസ്സിലാകുന്നുണ്ടോ? ഇവർ രണ്ടുപേരെയും പരിഹസിച്ച നിമിഷം തന്നെ എന്തായി, അവിടെ നിന്ന് ദേവിമാർ വിട്ടുപോയി. ഇങ്ങനെയാണ് ശിവനിൽ നിന്നും അതുപോലെ വിഷ്ണുവിൽ നിന്നും ഈ ദേവിമാർ വിട്ടുപോകുന്നത്. അതോടുകൂടി പ്രപഞ്ചത്തിൻ്റെ താളം ഒക്കെ തകർന്നു. എന്താ കാരണം? പ്രപഞ്ചത്തെ ഭദ്രമാക്കി നിലനിർത്താൻ ഈ ത്രിമൂർത്തികളോടൊപ്പം ആര് വേണം? ശക്തിയായ ദേവിമാർ വേണം. ആ ദേവിമാർ അഭാവം വന്നപ്പോൾ പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റി. ബ്രഹ്മാവ് ഈ കാര്യം പറഞ്ഞു. ദേവന്മാരോടൊക്കെ പറയും, നിങ്ങൾക്കറിയാലോ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ താളവും തെറ്റുകയാണ്. അതുകൊണ്ട് ഇത് നേരെ ആവണമെങ്കിൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഇവരെ വീണ്ടും വിവാഹിതരാക്കണം. അതിനാദ്യമേ ശക്തി സ്വരൂപിണിയായ ഭഗവതിയെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ദേവന്മാരെല്ലാവരും പോയി ഭഗവതിയെ പ്രാർത്ഥിച്ചു. ഭഗവതി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നുകൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ പാലാഴി മദനത്തിലൂടെ ലക്ഷ്മി ദേവി എവിടെ വന്നു ചേർന്നു? വിഷ്ണുവിലേക്ക് വീണ്ടും വന്നു ചേർന്നു അല്ലേ? പാലാഴി മദനത്തിലൂടെ വന്ന് ചേർന്നു. ഇവിടെ ഗൗരിയാകട്ടെ പ്രാർത്ഥിച്ച സമയത്ത് പറഞ്ഞു, ഞാൻ ദക്ഷപുത്രിയായി ജനിച്ച് ഞാൻ എവിടെ എത്തിക്കൊള്ളാം? എവിടെ? ശിവൻ്റെ സവിധത്തിൽ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്രകാരം വരവൊക്കെ നേടി. അതിനുശേഷം ദക്ഷന് പുത്രിയായിട്ട് ആര് വന്നു ചേർന്നു? സതീദേവി വന്നു ചേർന്നു. അതിൽ സതീദേവിയും അതുപോലെ തന്നെ മറ്റൊരു ദേവിയും, ഇവർ രണ്ടുപേരെയും കുറിച്ച് പറയുന്നത് ആ രണ്ട് ദേവിമാരും മാത്രം യഥാർത്ഥത്തിൽ അയോനിജരായി വന്നു എന്നാണ് പറയുന്നത്. ബാക്കി എല്ലാവരും യോനിജരായി വന്നു എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഗർഭത്തിലൂടെ വന്നു. അയോനിജരും യോനിജം എന്ന് പറയുന്ന രണ്ട് ഭാവമുണ്ട്. അപ്പോൾ അയോനിജ ഭാവത്തിലാണ് സതീദേവിയും അതുപോലെ സാഹ എന്ന ദേവിയും വന്നു പിറന്നത്, ദക്ഷപുത്രിയായി. സാഹയാണ് പിന്നീട് അഗ്നിദേവൻ വിവാഹം കഴിക്കുന്നത്. സതീദേവിയും വന്നു ചേർന്നു. ഇവിടെ തൻ്റെ മകളായി ദക്ഷൻ ഇവരെ വളർത്തി. മൊത്തം 60 മക്കളാണുള്ളത്. അതിൽ പലരെയും പലയിടത്തായിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു. അതിൽ കുറച്ച് പേരെ ചന്ദ്രന് വിവാഹം കഴിച്ചു കൊടുത്തു ഇല്ലേ, നമ്മൾ പറഞ്ഞ 27 പേരെ ചന്ദ്രന് കൊടുത്തു, ചിലരെ ധർമ്മന് വിവാഹം കഴിച്ചു കൊടുത്തു. ഇങ്ങനെ യഥാവിധി എല്ലാവർക്കും വിവാഹമൊക്കെ നടത്തി. ഇവിടെ സതീദേവിയുടെ വിവാഹാദി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ സതീദേവി പറഞ്ഞു, എനിക്ക് മഹാദേവനെ മതി. അതിനു വേണ്ടിയിട്ടാണല്ലോ വന്ന് പിറന്നത്. അപ്പോൾ സ്വയം തീരുമാനിച്ചുകൊണ്ട് സതീദേവി തീരുമാനമെടുത്തു. പക്ഷേ ഇവിടെ ദക്ഷന് അധികാരഭാവമുണ്ട്. പൊതുവെ ദക്ഷന് ഭരണാധികാരി കൂടാണ്. ദക്ഷനാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭരണാധികാരി. അതുകൊണ്ട് തന്നെ ശിവനോട് അത്ര അങ്ങോട്ട് ഇഷ്ടവുമല്ല. കാര്യം ശിവൻ്റെ കൂടെ കുറേ ആൾക്കാർ, ഈ ഭൂതഗണങ്ങളും ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട്. ശിവനോട് അത്ര ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണം മഹാദേവൻ തന്നെ നോക്കുമ്പോൾ ഇവിടെ ദക്ഷൻ എന്ന് പറഞ്ഞാൽ കിരീടമൊക്കെ വെച്ച് പട്ടുവസ്ത്രമൊക്കെ ധരിച്ച് ആഭരണമൊക്കെ ധരിച്ച് അല്ലേ, സൗഭാഗ്യത്തിലല്ലേ രാജാക്കന്മാർ നടക്കുന്നത്. ശിവൻ എങ്ങനെയാണ് നടക്കുന്നത്?
ചുടല ഭസ്മം പൂശി പുലിത്തോലുടുത്ത് കഴുത്തിൽ പാമ്പിനെ എടുത്തിട്ട് തലയുടെ മുകളിലാണെങ്കിൽ ഒരു ജടയൊക്കെ ചുരുട്ടി വെച്ച് അല്ലേ, ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അപ്പം നമ്മൾ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നല്ല ഗമയിൽ ടിപ്പ് ടോപ്പായിട്ട് നടക്കുമ്പോൾ നമ്മൾ അതേ കണക്ക് നടക്കുന്ന നമ്മൾ കുറച്ച് മുഷിഞ്ഞ വസ്ത്രം നടക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? എന്ത് തോന്നും? ഒരു പുച്ഛം തോന്നാറില്ലേ? തോന്നത്തില്ലയോ? നിങ്ങൾ നല്ലതുപോലെ അണിഞ്ഞൊരുങ്ങി നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ കൂട്ടത്തിൽ വരുന്ന ഒരാൾ അത്ര അണിഞ്ഞൊരുങ്ങാതെ ഇച്ചിരി മുഷിഞ്ഞ വസ്ത്രമൊക്കെ എടുത്തുകൊണ്ട് വന്നാൽ നിങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഒരു നോട്ടം നോക്കില്ലേ, ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കും ഇല്ലേ? എന്നിട്ട് വേണമെങ്കിൽ പറയും ഞങ്ങളിന്ന് പോകുന്നില്ല കേട്ടോ, വീട്ടിൽ പോയിക്കെന്ന് പറഞ്ഞ് മറ്റേ ആളെ പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾ അങ്ങ് പോകും. സംഭവിക്കുന്ന അങ്ങനെയൊക്കെ ഒഴിവാക്കും. ഇവിടെയും അത്തരത്തിലുള്ള ഒരു മനോഭാവം ആർക്ക്? ദക്ഷനിലും അഹന്ത പിടിപെട്ടു. മനസ്സിലാവുന്നുണ്ടോ? അഹന്ത ആർക്കും വരാം. ബ്രഹ്മപുത്രനാണ് ദക്ഷൻ. പക്ഷേ ദക്ഷൻ ബ്രഹ്മാവിൻ്റെ വലത് കാലിൽ നിന്ന് ഉത്ഭവിച്ചതാണ്, ഇടത് കാലിൽ നിന്ന് പ്രസൂതി. ഇത് തമ്മിലാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ ദക്ഷനും അഹന്ത പിടിപെട്ടു. അഹന്ത വന്നാൽ മഹത്വമുള്ളതായി തിരിച്ചറിയുമോ? അജ്ഞാനത്തിൻ്റെ പ്രതീകം എന്താ? ഏതിനെയാണോ ബഹുമാനിക്കേണ്ടത് അതിനെ അപമാനിക്കുകയും അപമാനിക്കപ്പെടലല്ലേ മോശമായി ഇതിനെ ബഹുമാനിക്കുകയും വിപരീതമായ ഫലം എപ്പോഴും എന്ത് കാണിക്കുക? അജ്ഞാനത്തിൻ്റെ ഹേതുവായി ഉണ്ടാവും. ദക്ഷനും ഈ ഭാവം തന്നെ ഉണ്ടായി. ദക്ഷൻ അതുകൊണ്ട് തന്നെ ഇതിന് തയ്യാറല്ല. പക്ഷേ സതി ദൃഢമായ നിശ്ചയത്തിൽ തന്നെ തീരുമാനിച്ചു, എന്ത്? ഞാൻ ആരെ വിവാഹം കഴിക്കുള്ളൂ? ഞാൻ അവിടെ ഭഗവാനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ. ഒടുവിൽ ദക്ഷന് നിർവാഹമില്ലാതെ ദക്ഷൻ അതിന് തയ്യാറാകേണ്ടി വന്നു. ഭഗവാനാകട്ടെ അവിടെ സതീദേവിയെ കുറിച്ച് പറഞ്ഞെന്താ? സതീദേവി എടുത്ത് പറയുന്നത് ദക്ഷൻ ശിവൻ വിരൂപനാണെന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സർവാലങ്കാരയുക്തരായി ഭഗവാൻ അങ്ങനെ 2 പേരുണ്ട്. അമംഗളനും എന്നൊരു പേരുണ്ട്, മംഗളനെന്നുണ്ട്. നിങ്ങൾ ശിവസഹസ്രനാമം പരിശോധിച്ചറിയാൻ സാധിക്കും. ഓ അമംഗളായ നമ, ഓ മംഗളായ നമ എന്ന് പറയാറുണ്ട്. മനസ്സിലായില്ലേ? അമംഗളനാണെന്ന് വെച്ചാൽ ഏറ്റവും വിരൂപതയിലും ഭഗവാൻ നിൽക്കും, ഏറ്റവും ശ്രേഷ്ഠതയിൽ നിൽക്കും. കാരണം ഈ പ്രകൃതി മുഴുവൻ ഈശ്വരനാണ്. അപ്പോൾ ഈ പ്രകൃതിയിലുള്ള ദ്വന്ദ്വമായി കാണുന്നതെല്ലാം ഒന്ന് തന്നെയാണ്, ഈശ്വരനിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ആ ഭാവത്തിലേക്ക് വന്നു. അതീവ സുന്ദരഭാവത്തിൽ തന്നെ സതീദേവിക്ക് ദർശനം കൊടുക്കാൻ വന്നു. പക്ഷെ അതിനു മുമ്പ് ഭഗവാൻ 1-2 പരീക്ഷണങ്ങളൊക്കെ നടത്തി. ഈ പറയുന്ന സതിക്ക് തന്നോടുള്ള ആ സ്നേഹം അത്ര തീവ്രമാണോ? തപസ് ചെയ്തുകൊണ്ടിരിക്കുക സതീദേവി. അങ്ങനെ പോയിട്ട് തപസ് ചെയ്യാൻ തുടങ്ങി ഭഗവാനെ സ്വന്തമാക്കാൻ വേണ്ടി. അപ്പോൾ തപസ് എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം എന്താ? പണ്ട് ദേവിമാർ വരെ ഭർത്താവിനെ കിട്ടാത്ത എന്താ തപസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? തപസ് എന്ന് വെച്ചാൽ നിരന്തരം മുഴുകുന്ന കർമ്മം. മനസ്സിലായില്ലേ? നിരന്തരമായി മറ്റൊരു ചിന്തയില്ലാതെ പൂർണ്ണ ചിന്തയോടുകൂടി ഏകാഗ്രപ്പെടുന്നതിനാണ് തപസ് എന്ന് പറയുന്നത്. ഒരു വിദ്യാർത്ഥി തപസ് ചെയ്യണം. എന്തിനാണ്? വിദ്യയ്ക്ക് വേണ്ടി തപസ് ചെയ്യണം. ഒരു ജോലി ചെയ്യുന്ന ആൾ ആ ജോലിയിൽ തപസ് ചെയ്യണം, എന്നാലാണ് നല്ല ജോലിയായി മാറുന്നത്. ഒരമ്മ അടുക്കളയിൽ നിൽക്കുമ്പോൾ അമ്മയുടെ ഒരു തപസ്സാണ് പാചകം എന്ന് പറയുന്നത്. അമ്മ അതിൽ കൃത്യമായി ശ്രദ്ധിച്ചില്ലേ, ആദ്യം ഒപ്പിട്ടത് മറന്നുപോയാൽ എന്ത് സംഭവിക്കും? മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ അമ്മമാർക്കൊക്കെ സംഭവിക്കുന്നതാണ്. ആദ്യം ഒപ്പിട്ടിട്ട് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കും, കാർട്ടൂൺ കണ്ടുകൊണ്ടിരുന്നിട്ട് അടുത്ത ഒരു വീട്ടിലിടും. അടുത്ത വീട്ടുകാരൻ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? പ്രഷർ കുക്കറൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പാകം ചെയ്യാൻ അതർത്ഥം കയ്യെത്ത് കളയും. അങ്ങനെയല്ല, ശ്രദ്ധയോടുകൂടി. കാരണം ഏറ്റവും പ്രധാനമായി ശ്രദ്ധയോടുകൂടി നമ്മുടെ വീടുകളിൽ നടക്കേണ്ട കർമ്മം ഈശ്വര പൂജയേക്കാൾ പ്രധാനം ഭക്ഷണപാചകമാണ്. നമ്മുടെ ഈശ്വരചിന്ത, ആധ്യാത്മികത എവിടെ നിന്ന് ആരംഭിക്കുന്നത്? നമ്മുടെ ഈശ്വരചിന്ത എവിടെ നിന്ന് ആരംഭിക്കണം? വീട്ടിൽ? പൂജാമുറിയിൽ നിന്ന് അല്ല, അടുക്കളയിൽ നിന്നാണ്. അടുക്കളയിൽ നിന്ന് ആരംഭിക്കണം യഥാർത്ഥ ഈശ്വര പൂജ എന്നാണ് പറയുന്നത്. എന്താ കാരണം? ഏറ്റവും നല്ല മനസ്സ്, ഏറ്റവും നല്ല സംസ്കാരം, ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് ഭക്ഷണം ഒരു കാരണമാണ്. ഇവിടെ നമ്മൾ ഭഗവത്ഗീതയിലേക്ക് പോയാൽ സാത്വിക ഭക്ഷണം എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെയുണ്ട്. വളരെ കൃത്യമായിട്ടാണ് ആ സാത്വിക ഭക്ഷണം എന്താണ്, എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണമെന്ന് അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടല്ല അത് ഗീത. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. വളരെ കൃത്യമായിട്ട് പറയും, വേവിച്ച ഭക്ഷണം അതിൻ്റെ ചൂട് ആറുന്നതിന് മുമ്പ് അത് ഭുജിക്കണം. മനസ്സിലാവുന്നുണ്ടോ? വേവിച്ച ഭക്ഷണം ചൂടാറിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ചെയ്യും? അതിനകത്തേക്ക് ബാക്ടീരിയകൾ പ്രവേശിക്കും, അത് ജീർണിച്ച് തുടങ്ങും. പുറമേ നമ്മൾ അറിയുന്നില്ലെങ്കിലും അത് ജീർണിച്ച് തുടങ്ങും, അത് വിഷാംശമായി മാറും. ഇപ്പം നമ്മളെങ്ങനെ ചെയ്യുന്നത്? മനസ്സിലായില്ലേ? പണ്ടത്തെ മുത്തശ്ശിമാർ ക്ഷേത്രങ്ങളിൽ പോയാൽ അവർക്ക് 2 പ്രാർത്ഥനകളാണ് ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണെന്നറിയാമോ? ഇന്നത്തെ മുത്തശ്ശിമാരൊക്കെ മോഡേണാണ്, അതുകൊണ്ടാണ് പണ്ടത്തെ മുത്തശ്ശി എന്ന് എടുത്ത് പറയണത്. ഇന്ന് മുത്തശ്ശിമാരാണ് ഏറ്റവും കൂടുതൽ മോഡേൺ, അല്ലേ?
തമാശയ്ക്ക് പറഞ്ഞല്ല. ഇന്ന് വീട്ടിലിരിക്കുന്ന മക്കൾക്ക് മൊബൈലുണ്ട്, അതിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കണം. എനിക്കൂടെ എന്താടാ മേടിച്ചു തരാത്തതെന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കുന്ന മുത്തശ്ശിമാരുണ്ട്. എന്തായിരുന്നു പണ്ടത്തെ പ്രാർത്ഥന? രണ്ട് കാര്യങ്ങൾക്ക് അവർക്ക് ആവലാതി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളെ അവർ മുന്നിൽ വെച്ചിട്ടുള്ളായിരുന്നു. ഇന്ന് നമുക്കങ്ങനെയൊന്നുമല്ല. നമുക്ക് ഇന്നത്തെ പ്രാർത്ഥന മാറി നാളെ വേറെ ഏതാണ്, അടുത്ത ദിവസം വരാണ്. നമ്മളിന്ന് വലിയ ആർഭാടത്തിൽ ജീവിക്കാനും വലിയ ആശയും മോഹങ്ങളും കൊണ്ട് ജീവിക്കുന്നവരുമാണ് നമ്മൾ. മനസ്സിലായില്ലേ? പണ്ടവരങ്ങനെയല്ല, അവർക്ക് സന്തോഷമായിരുന്നു പണ്ട്. അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്തെ മുത്തശ്ശിമാരെ ആരെ കണ്ടാലും അവരുടെ മുഖത്തിനൊരു തേജസ്സുണ്ട്. നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. വളരെ പഴയകാല മുത്തശ്ശിമാർ ഇനി എത്ര മുഖം ചുക്കിച്ചൊളിഞ്ഞാലും അവരെ അടുത്ത് കാണുമ്പോൾ ഒരു വാത്സല്യം നമുക്ക് തോന്നും. അറിയാതെ പോയി അവരെ കാതിലൊക്കെ ഒന്ന് പിടിച്ച് കുലുക്കാൻ തോന്നും. കാര്യം എന്താ? ഒരു പ്രത്യേകതയാണ്. അവരുടെ മുഖത്തിനും കണ്ണിനും ഒക്കെ നല്ല തിളക്കമാണ്. അവരുടെ സംസാരത്തിനുമൊക്കെ വളരെ നല്ല ഒരു ഭവ്യത ഉണ്ടാവും അവർക്ക്. കാരണം എന്താ? അവരുടെ മനസ്സിൽ ടെൻഷനില്ല, ആദിയില്ല. വളരെ ചെറിയ ചിന്തകളിലായിരുന്നു അവരുടെ ജീവിതം. മനസ്സിലാവുന്നുണ്ടോ? വിശാലമായ മനസ്സും ചെറിയ മോഹങ്ങളും. മനസ്സ് വിശാലമോ? ഇപ്പം നമ്മുടെ എന്ന് പറഞ്ഞാൽ മനസ്സ് ചെറുതുമായി, മോഹങ്ങളൊക്കെ വിശാലമായി. നമ്മൾ സങ്കുചിതരായി, എല്ലാം എനിക്ക് വേണമെന്നുള്ള ഭാവത്തിലെത്തി മനസ്സ് ചുരുങ്ങി. മോഹങ്ങളാണെങ്കിലോ എവിടെ നിന്നൊക്കെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റും അവിടെ നിന്നൊക്കെ പിടിച്ചു വാങ്ങാൻ ഉള്ള കണക്ക് വിശാലം. ഇതാണ് ഓപ്പോസിറ്റ് ആയിപ്പോയി, വിപരീത സഞ്ചാരഗതി ആയിപ്പോയി. എന്തായിരുന്നു അവരുടെ പ്രാർത്ഥന? അവരുടെ ആവലാതി എന്ന് പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ ആദിവ്യാധികൾ ഉണ്ടാകരുതേ. ആദിവ്യാധികളുണ്ടായി. ആദി എന്തിനാണ് ഉണ്ടാകുന്നത്? ആദി എന്ന് പറഞ്ഞാൽ മനസ്സിനുണ്ടാകുന്നത്. മനസ്സിലായില്ലേ? വ്യാധി ശരീരത്തിന്. അതായത് മാനസിക ശാരീരിക രോഗങ്ങളൊന്നും ഉണ്ടാവരുത്. ഒറ്റ വാക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. മാനസിക രോഗവും ഉണ്ടാവരുത്, ശാരീരിക രോഗവും ഉണ്ടാവരുത്. മാനസിക രോഗവും ബുദ്ധിമുട്ടാണ്, ശാരീരിക രോഗവും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദിവ്യാധികൾ ഉണ്ടാകരുതേ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാർത്ഥന എന്താണെന്നറിയാമോ? ഭഗവാനെ 3 നേരവും അടുപ്പ് പുകയാനുള്ള വക തരണേ. ഇത്രയേ ഉള്ളൂ. വീട്ടിൽ ആർക്കും, മനസ്സിലായില്ലേ, ആർക്കും മാനസികവും ശാരീരിക രോഗവും ഇല്ലെങ്കിൽ പിന്നെ അവൻ സ്വയം ജീവിച്ചോണം. പിന്നെയോ 3 നേരവും അടുപ്പ് പുകയാനുള്ള വക തരണേ. 3 നേരം അടുപ്പ് പുകയുക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? 3 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ 3 നേരവും പാകപ്പെടുത്തിയ ഭക്ഷണമോ പണ്ടുള്ളവർ കഴിച്ചത്. അതാണ് അവർക്ക് 100 വയസ്സ് 110 വയസ്സ് ഒരു ആയുസ് ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? രാവിലത്തേക്കുള്ള ഭക്ഷണം രാവിലെ വെച്ച് കഴിച്ചു, ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉച്ചയ്ക്ക് വെച്ചു, വൈകിട്ടത്തേക്കുള്ള വെച്ച്. ഇപ്പം നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞ, ചേച്ചിമാരോടൊക്കെ പറഞ്ഞവർ പറയും, പിന്നെ 3 നേരം അടുക്കളയിൽ കയറി കരി കൊള്ളാൻ പോവാ. 1 നേരം തന്നെ പാടാ. ഇപ്പം കരി പോലും കൊള്ളണ്ട, ഗ്യാസിനകത്തൊക്കെ ഇൻഡക്ഷൻ കുക്കറൊക്കെയാണ്. അന്നാലും പ്രശ്നമാണ്. അന്നാണ് പണ്ട് കരിയിലയും തടിയും വാരി വെച്ച് തീയരിക്കുന്ന കരിയുടെ അടുത്ത്. എന്തുകൊണ്ടാണ്? അവർക്ക് പ്രധാനം അവരുടെ മുഖസൗന്ദര്യമല്ല, കരി കൊള്ളുന്നുണ്ടോന്നല്ല, ബുദ്ധിമുട്ടല്ല. അവർക്ക് പ്രധാനമെന്ന് പറയപ്പെടുന്നത് അവരുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടി എത്ര കഷ്ടപ്പാടും തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും കുടുംബാംഗത്തിന് വേണ്ടി സഹിക്കാൻ തയ്യാറായിരുന്നു പണ്ടത്തെ മാതാപിതാക്കന്മാർ, അമ്മമാർ, പ്രത്യേകിച്ച് അമ്മമാർ. 3 നേരം ഭക്ഷണം പാകം ചെയ്ത് തന്നെ കഴിക്കണം. കാരണം രാവിലെ വെക്കുന്ന ഭക്ഷണം ഉച്ച കഴിയുമ്പോഴത്തേക്ക് അത് മലിനമായി കഴിയും. നമ്മൾ അതാണ് വെച്ച് വിളമ്പി കൊടുക്കുന്നതെങ്കിൽ നമ്മൾ മാറാ രോഗത്തിനുള്ള തുടക്കം കുറിക്കലാണ്, രോഗത്തെ വരുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചിന്തിക്കുക. പണ്ട് ആൾക്കാർക്ക് ഈ പറയുന്ന ഇന്നത്തെ പറയുന്ന രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നോ? നല്ല ആരോഗ്യമുള്ള ആൾക്കാരായിരുന്നു പണ്ടത്തെ ആൾക്കാർ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരും പഴയ ആൾക്കാരും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, അല്ലേ? ഇപ്പോഴത്തെ ചെറുപ്പക്കാർ 10 മിനിറ്റ് ജോലി ചെയ്താൽ 1.5 മണിക്കൂർ റെസ്റ്റ് എടുക്കും. മറ്റോരോ 1.5 മണിക്കൂർ ജോലി ചെയ്തിട്ട് ചിലപ്പോൾ കൂടിപ്പോയാൽ 10 മിനിറ്റ് റെസ്റ്റ് എടുക്കും. ശരിയല്ലേ? മനസ്സിലായോ? ഇതൊക്കെ ഭക്ഷണത്തിൻ്റെ ഒരു ബലമാണ്. അപ്പോൾ ഏറ്റവും ശുദ്ധമായത് ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? രാവിലെ വെച്ചാൽ രാത്രി വരെ കൊടുക്കുന്നതെന്ന് ഇടയ്ക്കുള്ള ശീലം. ഇപ്പം അതും മാറി. ഇപ്പം ഞായറാഴ്ച വെച്ച് കഴിഞ്ഞാൽ അടുത്ത ശനിയാഴ്ച വരെ ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ച് മുറിച്ച് ചൂടാക്കി കൊടുക്കും. നിങ്ങൾ നല്ല ഒന്നാം തരം മാരക വിഷമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്, സംശയമൊന്നും വേണ്ട. കാരണം ഈ വെച്ചെടുത്ത ഭക്ഷണം വീണ്ടും ചൂടാക്കുമ്പോൾ അതിന് ഒരു ഗുണവും ഉണ്ടാവില്ല. വെറുതെ വയറ് നിറയും, വെറുതെ രോഗം വരുത്തും. ഇന്ന് അതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ പ്രായത്തിൽ തന്നെ ആയുസ്സില്ലാതെ
പറയുമ്പോൾ പല രോഗത്തിൻ്റെ പേര് പറയുന്നേ ഉള്ളൂ. പല രോഗങ്ങൾ ബാധിച്ച് ഇന്നൊരു നല്ല ശതമാനം ആൾക്കാർ ഫാറ്റി ലിവർ ഉള്ളവരാണ്. ഈ ഭക്ഷണത്തിൻ്റെ ആദ്യത്തെ രോഗം ഫാറ്റി ലിവറാണ്. രണ്ടാമത്തെ സൈഡ് ഷുഗറാണ്. മൂന്നാമത്തെ നേരെ ഹാർട്ടിനും പ്രഷറിനും ഒക്കെയുള്ള പ്രശ്നമാണ്. പിന്നെ കിഡ്നി. ഇത്രയും സാധനം ഡാമേജ് ആയി അതോടുകൂടി ഏകദേശം അവൻ്റെ കാര്യം പഞ്ചപ്രകാരത്തിൽ അവനെ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. പിന്നെ മരുന്നും ഗുളികയും കൊടുത്ത് ഇങ്ങനെ കുറേ നാൾ കൊണ്ടു കിടക്കാം. ഈ അവസ്ഥയിലേക്ക് എത്തും. ഒരിക്കൽ പോലും ചൂടായ ഭക്ഷണം ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. ഫ്രിഡ്ജ് നല്ലതാണ്, പച്ചക്കറി വെക്കാം, പഴങ്ങളൊക്കെ അല്പം കേടാവാതെ സൂക്ഷിക്കാം. പക്ഷേ വേവിച്ച ഭക്ഷണം അതിൽ വെച്ച് പിന്നെ വേവിക്കുന്നുണ്ടെങ്കിൽ അത് 100% നിങ്ങൾ അതിനേക്കാളും നല്ല നിങ്ങൾ എലിവിഷം മേടിച്ച് കലക്കി കൊടുക്കുന്നതാണ്. എലിവിഷത്തിന് പോലും ഇത്രയും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അത്ര വിഷയുക്തമാണ്. അതുകൊണ്ടാണ് പിന്നെയോ ഭക്ഷണത്തിൽ നിന്നാണ് സ്വഭാവം ഉണ്ടാവുന്നത്. സ്വഭാവമാണ് സംസ്കാരമായി മാറുന്നത്. മനസ്സിലായില്ലേ? ഭക്ഷണത്തിന് സ്വഭാവത്തെ സൃഷ്ടിക്കാൻ കഴിവുണ്ട്. അതാണ് ഈ ക്രൂര മൃഗങ്ങൾ മാംസവും കടിച്ചു കുറച്ചൊക്കെ തിന്ന് ശീലിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പൊതുവിൽ നമ്മൾ പറയില്ലേ സാത്വിക ഭക്ഷണം വ്രതാനുഷ്ഠാന കാലത്ത് മാംസാഹാരാദികൾ ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ടാണ്. വ്രതാനുഷ്ഠാനത്തിൽ മാത്രമല്ല, കഴിയുന്നത്ര ഉപേക്ഷിച്ചാൽ അത്രയും നല്ലത്, അത്രയും രോഗങ്ങളില്ലാതിരിക്കും. കാരണം മനുഷ്യൻ സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ ആന്തരിക അവയവങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നേരെ സസ്യബുക്കായി ജീവിക്കാനാണ്. കാരണം ക്രൂരതയില്ലാതെ ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ. സഹാനുഭൂതിയുള്ളവനാണ് മനുഷ്യൻ. മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? മനനം ചെയ്യുന്നവൻ മനുഷ്യൻ. ഇന്നിപ്പോൾ മനനം ചെയ്യുന്നുണ്ടോ നമ്മൾ? വാക്കിന് അർത്ഥങ്ങളും തലങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുക്കളയിൽ നിന്നാണ് നല്ല സ്വഭാവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ നല്ല ഭക്ഷണം കൊടുക്കണം. ഒരിക്കലും മലിനമാകാത്ത, ഒരിക്കലും രാസപദാർത്ഥങ്ങൾ ചേരാത്ത ഭക്ഷണം കൊടുക്കണം. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ മല്ലിയോ മുളകോ ഒക്കെ പൊടിക്കുന്നത് വീട്ടിൽ വാങ്ങി കഴുകി ഇല്ലേ, നമ്മളെ മുന്നിൽ തന്നെ കഴുകി ഉണക്കി അത് പൊടിച്ച് സൂക്ഷിക്കുന്ന പരിപാടിയാണ്. ഇപ്പം നമ്മളോ എല്ലാ കവറിൽ ടിന്നിൽ അടച്ചത് വാങ്ങി അല്ലേ, എല്ലാം കലക്കി പൊടിയിട്ട് കൊടുക്കും. കട്ടപ്പൊടി കയറിയാലും കുഴപ്പമില്ല, വേറെ വല്ല ചോക്ക് പൊടി കയറിയാലും കുഴപ്പമില്ല, ഇതെല്ലാം കലക്കി കൊടുക്കും. ഇത് തമാശയ്ക്ക് പറയാനല്ല, വലിയ പല ഈ പൊടി നിർമ്മാതാക്കളുടെയൊക്കെ കവറിനകത്ത് കട്ടപ്പൊടിയും ചോക്ക് പൊടിയൊക്കെ ചേർന്നിട്ട് അതൊക്കെ കലക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. പിന്നെയോ സോസ് സീസൺ എന്നൊക്കെ പറഞ്ഞ് അനവധി കെമിക്കൽ ചേർത്തിട്ടാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഇതൊക്കെ ആ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കും. അതാണ് അമ്മമാരിപ്പോൾ കൊച്ചുങ്ങളോട് സ്നേഹം എന്ന ലെയ്സ് എന്ന് പറഞ്ഞ പുതിയ സാധനമുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഈ പറയുന്ന ഉരുളൻകിഴങ്ങൊക്കെയാണ് അതിനകത്ത് ഇല്ലേ ഇട്ട് വറുത്ത് വെക്കുന്നത്. ഒരു ഭക്ഷണ സാധനം 6 മാസം 1 വർഷം കേടുകൂടാതിരിക്കണമെങ്കിൽ അതിനകത്ത് വിഷപദാർത്ഥങ്ങൾ ചേർക്കാതിരുന്നാൽ കേടുകൂടാതിരിക്കുമോ? മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രകൃതിയിലുള്ള ബാക്ടീരിയ ഒന്നും കടന്ന് അതിനെ ചീത്തയാക്കാതിരിക്കണം. അതിനകത്ത് തന്നെ വിഷപദാർത്ഥങ്ങൾ അടിക്കുന്നുണ്ട്, കെമിക്കലുകൾ അടിക്കുന്നുണ്ട്. അത് ചേർത്ത സാധനമാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വാങ്ങി കൊടുക്കുന്ന സ്നേഹമെന്നും പറഞ്ഞ്. പിന്നെ കൊക്കക്കോളയൊക്കെ അമ്മയ്ക്കും കുടിക്കാൻ 2 കവള്, ഇപ്പോൾ കുഞ്ഞിനും കൊടുക്കുക. ഈ കൊക്കക്കോളയ്ക്കകത്ത് നിങ്ങളൊരു മണ്ണിരയെ പിടിച്ചിട്ട് നോക്കുക. ഒരു 2-3 മണിക്കൂർ നിങ്ങൾ ചെന്ന് മണ്ണിര അഴുകി ചത്ത് കഴിയും. വെള്ളത്തിൽ ജീവിക്കുന്ന ജീവിയാണ് മണ്ണിര അല്ലേ? അത് ഇതിനകത്ത് കിടന്ന ചത്ത് തൊലയിഞ്ഞ് ഇങ്ങനെ അഴുകി പോകുമെങ്കിൽ ആ സാധനം ഉള്ളിൽ ചെന്നാൽ നമ്മുടെ ഉള്ളിൽ ആവശ്യത്തിനുള്ള ഒരുപാട് എല്ലാ വൈറസുകളും അല്ലെങ്കിൽ എല്ലാ ബാക്ടീരിയകളും നശിക്കേണ്ടതിൽ ആവശ്യമുള്ള ബാക്ടീരിയസ് ഉണ്ട് ശരീരത്തിൽ, ദഹനപ്രക്രിയയൊക്കെ പുറഞ്ഞൊക്കെ, അത് ഉൾപ്പെടെ നശിച്ചു പോവും. പറഞ്ഞു മനസ്സിലായില്ലേ? ശരീരം ചിലപ്പോൾ ഇങ്ങനെ ജീർണിച്ചു വരും. ചില ആൾക്കാരുണ്ടല്ലേ, ഓ നല്ല ഭക്ഷണം, കുഞ്ഞ് നല്ല തടിയൊക്കെ വെച്ചെന്ന് പറയും. ശരീരം പൊങ്ങി വരുന്ന നല്ല ആരോഗ്യം എന്ന് പറയുന്നത് രോഗങ്ങളില്ലാത്ത അവസ്ഥ ആരോഗ്യം. അതുകൊണ്ട് ഈ ശരീരമൊക്കെ നല്ല തടിച്ചു വന്ന പണ്ടുള്ളവരൊരു ചൊല്ലു പറയും, പൊണ്ണത്തടിയനെ എന്തിനു കൊള്ളാം, തെക്കേ പുരയുടെ തൂണിന് കൊള്ളാം. ഒരു പണിയും ചെയ്യത്തില്ല, തടി ഇങ്ങനെയുണ്ട്. അങ്ങനെ ആക്കാനല്ല, നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന നല്ല രീതിയിൽ യഥാർത്ഥ യജ്ഞം ഹോമം നടക്കേണ്ടത് നമ്മുടെ വീടുകളിൽ അടുക്കളയിലാണ്. പണ്ട് അതുകൊണ്ടാണ് അടുക്കളയിൽ കയറുമ്പോൾ കുളിക്കാതെ ഒരൊറ്റ അമ്മമാർ പോലും അടുക്കളയിൽ കയറില്ലായിരുന്നു അല്ലേ? ഇപ്പം ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, പാർവതി പരിണയത്തിൻ്റെ ഇടയിൽ എന്തിനാണ് ഈ അടുക്കള കയറി വന്നത്? പാർവതി കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കാനാണ് പോയത്. പാർവതി നമ്മൾ കല്യാണം കഴിപ്പിച്ചാലും കഴിച്ചില്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടുണ്ടില്ലേ? ശരിയല്ലേ? പിന്നെ അവർ കുടുംബമായിട്ട് ജീവിക്കുക. അപ്പോൾ കുടുംബം എങ്ങനെ ആയിരിക്കണമെന്ന് പഠിച്ചാൽ പാർവതി ഈ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാൻ എളുപ്പം. അതുകൊണ്ടാണ് അതിലേക്ക് വന്നത്. പണ്ട് കുളിക്കാതെ അടുക്കളയിൽ കയറില്ല. അന്ന് കുളിക്കാതെ അടുക്കളയിൽ കയറിയാൽ അന്ന് വീട്ടിൽ നിന്ന് അടിച്ച് പുറത്തിറക്കും. ഇപ്പം അങ്ങനെ കാണും, വീട്ടിൽ അമ്മ പറഞ്ഞാൽ അപ്പോഴേ പറയേ ഈ അമ്മായിയമ്മയെ കൊണ്ട് ജീവിക്കാൻ പോയി. അമ്മായിയമ്മ അപ്പോഴേ പറയും, ചേട്ടാ അമ്മയെ ആ പെങ്ങളെ വീട്ടിൽ പറഞ്ഞുകൊണ്ട് മര്യാദയ്ക്ക് വിട്ടോണം, ഇല്ലെങ്കിൽ ഞാനിവിടെ കാണത്തില്ലെന്ന് പറഞ്ഞു കളയും. ഇപ്പോഴത്തെ പ്രശ്നം അതാ. എന്തുകൊണ്ട് അവർ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. അഗ്നി ഈശ്വരൻ്റെ പ്രതീകമാണ്. പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് അഗ്നി. ആ അഗ്നി തൊടുന്നതിന് മുമ്പ് ശുദ്ധമായിരിക്കണം ശരീരം. മനസ്സിലാവുന്നുണ്ടോ? കുളിച്ചു മാത്രമേ അടുക്കളയിൽ കയറി, അടുക്കളയിൽ കട്ടൻ ചായ ഇടാനാണെങ്കിലും ബെഡ് കോഫി ഇടാനാണെങ്കിലും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വീട്ടിലെ പണി എല്ലാം തീർന്നിട്ടാണ് പോയി കുളിക്കണത്.
അതൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. മനഃശുദ്ധിയോടുകൂടി ഭക്ഷണം നമ്മൾ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആളുടെ മനസ്സിനെ കൂടി ആ കൊടുക്കുന്നതിനെ സ്വാധീനിക്കും. മനസ്സിലായില്ലേ? നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് കൊടുത്താൽ തീർച്ചയായും നല്ലത് വരും. കാര്യം ഈ മനസ്സിലേക്ക് ബാധിക്കാറുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന നമുക്ക് വസ്തുക്കൾ മാത്രമല്ല കൈമാറ്റം, മനസ്സുകൊണ്ട് കൈമാറ്റം നടക്കാറുണ്ടില്ലേ? നടക്കാറുണ്ടോ? മനസ്സുകൊണ്ട് കൈമാറ്റം നടക്കാം. അതറിയുന്നത് ടീനേജ് പ്രായത്തിലുള്ള കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ മതി. മനസ്സിലായില്ലേ? അവർ ഹൃദയം വരെ കൈമാറുന്ന മനസ്സുകൊണ്ട്, കണ്ണുകൊണ്ടാണ്, മനസ്സുകൊണ്ട് അങ്ങനെ കൈമാറി കളിക്കും. അവരാദ്യം സംസാരിക്കുന്ന വാ കൊണ്ടല്ല, കണ്ണുകൾ കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ മനുഷ്യന് സംസാരിക്കാൻ സാധിക്കുന്ന അവയവം നാവല്ല. നാവ് എന്ന് വെച്ചാൽ ശബ്ദം ചെല്ലുന്നത്, നാവിനേക്കാൾ സംസാരിക്കാൻ കഴിവുണ്ട് ഏതിന്? കണ്ണിന്. നിങ്ങൾ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ടൊരു കാര്യം ചോദിക്കാൻ നോക്കുക. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അയാൾ പറയുന്ന കള്ളവാണോ സത്യമാണോ എന്ന് അറിയണമെങ്കിൽ അയാളുടെ കണ്ണിൽ നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? അയാൾ പറയുന്നത് കളവാണെങ്കിൽ അയാളെ കൃഷ്ണമതി ഓട്ടോമാറ്റിക്കായിട്ട് ഇടത് ഭാഗത്തേക്ക് പെട്ടെന്നൊന്ന് നീങ്ങും, പെട്ടെന്നൊന്ന് പോകും. കള്ളം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. മനസ്സിലായില്ലേ? സത്യമാണ് പറയുന്നതെങ്കിൽ ഒന്നുകിൽ നേരെ നിൽക്കും, അല്ലെങ്കിൽ കൃഷ്ണമണി വലത്തോട്ട് നിൽക്കും. കൃഷ്ണമണി ഇടത്തോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ പറയുന്ന കളവാണ്. അതാണ് മുഖത്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട്. ഇപ്പം നമ്മുടെയൊക്കെ നാടുകളിൽ ഈ മെൻ്റലിസം എന്നൊക്കെ പറഞ്ഞ് വരുന്നില്ലേ, ഇതൊക്കെ ഈ ടെക്നിക്കുകളാണ്. വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാം. ഇതൊക്കെ ഇങ്ങനെ സൂക്ഷ്മമായി, ഇത് ഇങ്ങനെ ഓരോ കാര്യം എല്ലാം പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇടിയുടെ എണ്ണം കൂടും. അതുകൊണ്ട് നമുക്ക് എല്ലാം പറയേണ്ട, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം. ശരി. അപ്പോൾ അതുകൊണ്ടാണ് പ്രഭാതത്തിൽ ആ വീടിൻ്റെ മുഴുവൻ ഐശ്വര്യത്തിനും അഗ്നിദേവനെ വരയേക്കുമ്പോൾ കുളിച്ച് ശുദ്ധിയുള്ളവരായി മാത്രം ഇനി അടുക്കളയിലേക്ക് വിളക്ക് കത്തിക്കുമ്പോൾ എങ്ങനെ, ദീപം കത്തിക്കുമ്പോൾ എങ്ങനെയാണെന്നറിയോ? പണ്ട് കാലത്ത് പറയുന്ന ലഘു ഗണപതി ഹോമം നടത്തും വീടുകളിൽ. പണ്ടത്തെ മുത്തശ്ശിമാർ അങ്ങനെ ചെയ്യുന്നത്. എങ്ങനെ ലഘു ഗണപതി ഹോമം? അവരൊന്നെങ്കിലും ഒരു വിളക്ക് തിരിയോ, ഇന്നത്തെ കണക്ക് മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിക്കലല്ല. അപ്പോൾ ചോദിക്കും ഗ്യാസ് അടുപ്പിൽ പറ്റുമോ? ഗ്യാസ് അടുപ്പിൽ പറ്റില്ല, അത് വേറെ സത്യം. എന്നാലും മനസ്സിലെ പ്രാർത്ഥന പറ്റുമല്ലോ. കത്തിക്കുന്ന സമയത്ത്, ദീപം കൊളുത്തുന്ന സമയം അവർ നേരെ ഒന്നെങ്കിൽ ഒരു തൊണ്ടെടുത്ത് ആ തൊണ്ടിലൊരു കർപ്പൂരം വെക്കും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരു വിളക്കിൻ്റെ തിരിയെടുത്ത് വെക്കും. എന്നിട്ട് ആദ്യം അടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് പുറത്ത് വെച്ചത് കത്തിക്കും. കത്തിച്ചിട്ട് അത് ഇരു കൈകളിലെടുത്ത് ഗണപതിയെ സ്തുതിച്ചിട്ട് അത് അടുപ്പിലേക്ക് വെക്കും. അതിനുശേഷമാണ് ബാക്കി വിറവെല്ലാം വെച്ച് കൊടുക്കുന്നത്. ഇതൊക്കെ അറിയണമെങ്കിൽ ഏതെങ്കിലും വംശനാശം സംഭവിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും മുത്തശ്ശിമാരെ ഏതെങ്കിലും ഗുഹയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ വനാന്തരങ്ങളിൽ, ഇപ്പോൾ മുത്തശ്ശിമാരെ ആരും വീട്ടിൽ ഇരുന്നില്ല, അതുകൊണ്ട് ആ ഗുഹയെന്നൊക്കെ പറഞ്ഞാൽ പോയി തിരക്കി പോയാൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അത്തരത്തിൽ പവിത്രമായി യഥാർത്ഥ യജ്ഞം, ഒരു വീടിൻ്റെ ഐശ്വര്യത്തിൻ്റെ യജ്ഞം നടക്കേണ്ടത് മുഴുവൻ എവിടെയാണ്? വീട്ടിലാണ്. അതുപോലെ ഭക്ഷണം പാകം ചെയ്ത് വിളമ്പി കൊടുക്കുമ്പോഴും നിറമനസ്സോടുകൂടിയാണ് വിളമ്പേണ്ടത്. മനസ്സിലായില്ലേ? വിളമ്പി കൊടുക്കുന്നവൻ്റെ മനസ്സും ഇവിടെ പ്രധാനമാണ്. നിറഞ്ഞ മനസ്സോടുകൂടി അതിനെ വിളമ്പി കൊടുക്കാൻ സാധിക്കണം. ഇങ്ങനെയൊക്കെ അതിന് വളരെ വലിയ, അപ്പം യഥാർത്ഥത്തിൽ ഒരു വീടിൻ്റെ ഐശ്വര്യം അമ്മയാണെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലാതെ അമ്മ രാവിലെ പട്ടു വസ്ത്രമൊക്കെ എടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ടിരിക്കുന്നതുകൊണ്ടല്ല ഐശ്വര്യമാകുന്നത്. കരിപുരണ്ട മുഖവും ജീവിതമൊക്കെ ആവാം, പക്ഷെ മനസ്സുകൊണ്ട് നിറഞ്ഞ വിളക്കായി ജ്വലിക്കുന്ന അമ്മമാർ ഇന്ന് നമുക്കുണ്ടോ? തല കുലിക്കുക, സ്വയം ഞാനങ്ങനെയാണെന്നൊക്കെ അഭിമാനിക്കാം. അത് നിങ്ങൾ സ്വയം വിലയിരുത്താം, കുഴപ്പമില്ല. അപ്പം ശരി, ഇവിടെ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ അവിടെ ദേവിയെ ഭഗവാൻ തന്നെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ദേവിയുടെ അടുത്ത് ഭഗവാൻ തന്നെ വന്നിട്ട് പറഞ്ഞു, അല്ലയോ സ്ത്രീരത്നമേ, എന്തിനാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്? ഭഗവാന്റെ രൂപത്തിലല്ല വരുന്നത്, പല വേഷത്തിലാണ് വന്നത്. സന്യാസിയുടെ രൂപത്തിൽ വന്നു, ഒരല്ലാതൊരു ഭിക്ഷുവിൻ്റെ പല രൂപത്തിലും വന്നു. എന്നിട്ട് എന്തിനാണ് ഇരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ മഹാദേവനെ സ്വന്തമാക്കാൻ. ഹേ ആ മഹാദേവനെയോ? പുള്ളി കുളിക്കാറ് പോലും ഇല്ലല്ലോ. പുള്ളിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സുന്ദരിയായ, കാണാൻ അഴകുള്ള നീ എങ്ങനെയാണ് മഹാദേവന് യോജിച്ചവളാവുന്നതെന്നൊക്കെ ചോദിച്ചു. എന്താ കാരണം? ഇവിടെ ഇതൊക്കെ പറയുമ്പോൾ പിന്തിരിഞ്ഞ് മാറുമോ എന്ന് അറിയാനാണ് മഹാദേവൻ ചോദിക്കുന്നത്. ഈ സമയത്ത് ദേവി ആദ്യമൊക്കെ ക്ഷമിച്ചു, സന്യാസിയാണല്ലോ പറയുന്നത്. അവസാനം പറഞ്ഞു, ഇനി ഒരു വാക്കുകൂടി പറഞ്ഞാൽ ഞാൻ ധർമ്മത്തെ മറക്കും. ഞാൻ ഇഷ്ടപ്പെടുന്ന മഹാദേവനെ കുറ്റം പറയാൻ നിങ്ങൾക്കെന്താ യോഗ്യത? തിരഞ്ഞെടുക്കുന്ന എനിക്കാണ് അവകാശം. മനസ്സിലായില്ലേ? മഹാദേവനെ നിങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. കാരണം മഹാദേവൻ നിങ്ങൾ പുറമേ അറിയുന്ന വസ്ത്രമില്ലാത്തവനെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ജടയുള്ളവനെന്നോ അർത്ഥത്തിൽ അല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഭാഗ്യ സൗന്ദര്യത്തിലല്ല ഒരിക്കലും ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ ഇഷ്ടപ്പെടേണ്ടത്. മനസ്സിലായില്ലേ? ഭാര്യയ്ക്ക് ഭർത്താവ് സുന്ദരനാവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നല്ല സ്വഭാവവും നല്ല ഗുണങ്ങളും ഉള്ളപ്പോഴാണ്. നല്ല ഗുണവും നല്ല സ്വഭാവവും ഇല്ലെങ്കിൽ
കാണാൻ അമരേഷ് പുരിയുടെ കണക്കോ അല്ലെങ്കിൽ ഷാരൂഖ് ഖാൻ്റെ കണക്കോ ആണ്, അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ കണക്കാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നാട്ടുകാരുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ കൊണ്ടു കിടക്കാൻ കൊള്ളാം, മനസ്സിലായില്ലേ? ഒരു പാവക്കൂട്ടി കൊണ്ടു കിടക്കുന്നതൊക്കെ എൻ്റെ ചേട്ടനാണെന്ന് പറഞ്ഞ് സുന്ദരനാണ്, മോഹൻലാലിൻ്റെ കണക്ക് ഇരിക്കാനൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്താം. പക്ഷേ ജീവിതത്തിൽ എപ്പോഴാണ് ഭാര്യയ്ക്ക് ഭർത്താവ് സ്വീകാര്യരായി മാറുന്നതെന്ന് ചോദിച്ചാൽ ഭാഗ്യ സൗന്ദര്യം കൊണ്ടല്ല, കുടുംബം നോക്കാൻ കഴിവുള്ളവനാണോ, അല്ലേ? വീടിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമുള്ളവനാണോ, നല്ല സ്വഭാവമുള്ളവനാണോ, നല്ല സംസ്കാരവും നല്ല ചിന്തയും പെരുമാറ്റമുള്ള, ഇതൊക്കെ ഇങ്ങനെ പറയുന്നുകൊണ്ടാണ് യജ്ഞശാലയ്ക്കടുത്ത് ആണുങ്ങൾ വരാത്തത്. മനസ്സിലായില്ലേ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എടാ പലയിടത്തും പല യജ്ഞമൊക്കെ അടക്കുമ്പോൾ അമ്മമാർ പോകുമ്പം ഈ ആണുങ്ങൾ പറയും, വെറുതെ ഒന്ന് എന്തിനാണ് പോകുന്നത്, ചുമ്മാ ആവശ്യമില്ലാത്ത പണി, അവിടെയൊക്കെ പോയിട്ട് നശിച്ചു പോകുമ്പോൾ ഒരു കാര്യമില്ലാതെ ഇതൊക്കെ കാണും. എന്താ കാര്യം? ഇവിടെയൊക്കെ പോയി ഇതൊക്കെ കേട്ടിട്ട് വരുന്ന ഭാര്യ ഭർത്താവിൻ്റെ ഒരു നോട്ടം നോക്കും വന്ന് ചോദിച്ചിട്ട് എന്തിനു കൊള്ളാം, തീർന്നില്ലേ അടിയും വഴക്കും. അതുകൊണ്ട് ചിലർ പറയുന്നത് ഇതൊക്കെ കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ കയ്യിലെ കാശുമ്പം കുറേ വഴിപാട് നടത്തണം, അരി മേടിച്ചു കൊടുക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അതിൻ്റെ കൂടെയോ മനസ്സിൽ കുറേ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു കൊടുത്ത് വീട്ടിലെ പെണ്ണുങ്ങളെ എല്ലാം അങ്ങോട്ട് വഴിതെറ്റിക്കും. വഴിതെറ്റിക്കലല്ല. ശരി. അപ്പോൾ ഇവിടെ അത്തരത്തിൽ അവിടെ സതീദേവി പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം പോയി. അത് കഴിഞ്ഞ് അടുത്ത ആൾ വന്നു. അയാൾ വന്നു വേറെ പല കുറ്റം പറഞ്ഞു. ഇതെല്ലാം ശിവൻ തന്നെയാണ് വരുന്നത്. അവസാനം ശിവനും മനസ്സിലായി തന്നെ സ്വീകരിക്കാൻ ആര് തയ്യാറായി? പാർവതി അല്ല സതീദേവി. ആ സതീദേവിയെ ഭഗവാൻ സ്വീകരിച്ചു. അങ്ങനെ ദക്ഷന് മനസ്സോടെ ബ്രഹ്മദേവൻ പറഞ്ഞത് കേട്ട് വിവാഹം നടത്തി കൊടുത്തു. എന്താ കാര്യം? ദക്ഷൻ ബ്രഹ്മദേവൻ പറയുന്നത്, ബ്രഹ്മാവാണല്ലോ പിതാവ്, ദക്ഷൻ്റെ പിതാവും ബ്രഹ്മദേവനാണ്, സൃഷ്ടികർത്താവുമാണ്. ബ്രഹ്മദേവൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു, നീ ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, സതി ജനിച്ചത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? സതി ജനിച്ചത് തന്നെ യഥാർത്ഥത്തിൽ മഹാദേവൻ്റെ സവിധത്തിൽ എത്താനാണ്. അത്രയും പറഞ്ഞപ്പോൾ പിന്നെ വിധി പോലെ ആവട്ടെ, ഇനി അനുഭവിക്കാനുള്ളവർ അനുഭവിക്കട്ടെ എന്ന് കല്യാണം കഴിച്ചു കൊടുത്തു. ഇപ്പോൾ ബ്രഹ്മാവ് ബ്രഹ്മാവ് പറഞ്ഞത് പ്രകാരം കല്യാണം കഴിച്ചു കൊടുത്തു. എങ്കിലും പൂർണ്ണമായ ഒരു അടുപ്പം, ഒരു സ്നേഹം വന്നിട്ടില്ല. അങ്ങനെ കഴിയുന്ന സമയത്ത് ഒരു യാഗസ്ഥലത്ത് വെച്ചൊരു ഇഷ്യൂസ് ഉണ്ടായി, ഒരു വിഷയം ഉണ്ടായി. ഒരു യാഗസ്ഥലം നടക്കുന്ന സമയത്ത് ദേവന്മാരെല്ലാം പങ്കെടുക്കുന്നു. അവിടെ ശിവൻ നേരത്തെ വന്നു, ബ്രഹ്മാവ് വന്നു, എല്ലാവരും പങ്കെടുക്കുന്ന സമയത്താണ് ദക്ഷൻ വരുന്നത്. ദക്ഷൻ രാജാവാണ്, അന്നത്തെ ഭരണാധികാരിയാണ്, പ്രപഞ്ചത്തിൻ്റെ നാഥനാണ് ദക്ഷൻ. ദക്ഷൻ പ്രജാപതിയാണ്. പ്രജാപതി ഭരണകർത്താവാണ്. ഈ ഭരണകർത്താക്കന്മാരൊക്കെ അങ്ങനെയല്ലേ, എല്ലാവരും വന്നിട്ടല്ലേ വേദിയിലോട്ട് വരാറുള്ളൂ, അല്ലേ? കാരണം അവരൊരുപാട് തിരക്കുള്ള ആളാണ്. ഇവിടെ ദക്ഷനും അതുപോലെ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഒന്ന് നമസ്കരിച്ചു. ഇപ്പം നമ്മൾ ഒരിടത്തിരിക്കുമ്പോൾ നമ്മളെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറൊന്നും പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ വരുന്നു. നമ്മൾ അവരുടെ ആളാരാണെന്ന് നോക്കിയിട്ടൊന്നുമല്ല, അവർ വഹിക്കുന്നൊരു സ്ഥാനമുണ്ട്, നമ്മളെന്ത് ചെയ്യും? ഒന്ന് ബഹുമാനിക്കും, ഇല്ലേ? ഒരു ബഹുമാനം കൊടുക്കും. ഈ ബഹുമാനം ഒരിക്കലും ആ വ്യക്തിക്ക് കൊടുക്കുന്നതാണോ? ആണോ? വ്യക്തിക്ക് കൊടുക്കുന്നതെന്ന് തോന്നിയാൽ വ്യക്തി അഹങ്കാരത്തിൽ നശിച്ചു പോകും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഇവിടുന്ന് ഭാഗവതം എടുത്ത് ആചാര്യൻ എന്ന സ്ഥാനത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലർ പാദങ്ങളിൽ നമസ്കരിച്ച് അല്ലെങ്കിൽ ഭൂമിയിൽ തൊട്ട് നമസ്കരിച്ച് വാങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇവരൊക്കെ എന്നെയാണ് നമസ്കരിക്കുന്നത് തോന്നിയാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ആരാധ്യനായി മാറുമല്ല, പകരമോ ഞാൻ അഹങ്കാരിയായി മാറും. മനസ്സിലാവുന്നുണ്ടോ? എനിക്കവിടെ തോന്നേണ്ട ഒരു വികാരം എന്താ? ഇപ്പം നമ്മളൊരു സ്റ്റൂളിനകത്ത് ഭാഗവതം ഇരിക്കുന്നു. ആ ഭാഗവതം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പോയിട്ട് ആ ഭൂമിയിൽ തൊട്ട് എഴുതുമ്പോൾ സ്റ്റൂളിന് തോന്നുവാണ് ഇവൻ എന്നെ നമസ്കരിച്ചു എന്ന് തോന്നിയാൽ സ്റ്റൂളിന് വല്ല ഫലമുണ്ടോ? ഒരു ഫലവുമില്ല. അവിടെ നമസ്കരിച്ച് എന്തുകൊണ്ടാണ്? സ്റ്റൂളിൻ്റെ മുമ്പിൽ നമ്മൾ നമസ്കരിച്ചാൽ സ്റ്റൂളിൻ്റെ മുകളിൽ ഭാഗവതം ഇരിപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ കയ്യിൽ ഭാഗവതം പിടിച്ചത് കൊണ്ട് ഭാഗവതം ഇരിക്കുന്ന ഒരു ഉപകരണത്തെ മാത്രം നമസ്കരിച്ചത് യഥാർത്ഥത്തിൽ എന്തിനെയാണ്? ഭാഗവതത്തെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാലേ നമ്മൾ അഹങ്കാരത്തിലേക്ക് പോകാതെ നിൽക്കാൻ സാധിക്കൂ. പറഞ്ഞൊരു അർത്ഥം മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു ഭാവത്തിലേക്ക് നമ്മുടെ ചിന്തയെ ഉയർത്താൻ നമുക്ക് എപ്പോഴും സാധിക്കണം. അപ്പോൾ ഇവിടെയും ദക്ഷനെ കണ്ട് എല്ലാവരും എഴുന്നേറ്റു. അപ്പോൾ ദക്ഷന് തോന്നിയത് എല്ലാവരും എവിടെ പോയില്ലെങ്കിൽ എഴുന്നേറ്റ് ദക്ഷന് തോന്നി എന്നെയാണ്, അല്ലേ, കണ്ടിട്ടാണ് എന്നുള്ള ഞാനെന്ന ഭാവത്തിൻ്റെ അഹങ്കാരം കൂടി ദക്ഷനിലേക്ക് വന്നു ചേർന്നു. ഞാനെന്ന ഭാവമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അപകടം. മനസ്സിലായില്ലേ? ഈ അഹങ്കാരം നമ്മളെ പൂർണ്ണമായും നമുക്ക് എന്തൊക്കെ ഗുണമുണ്ടോ അതിനെ മുഴുവൻ ഇല്ലാതാക്കാൻ എന്ത് മതി? ഞാനെന്ന ഭാവം വർദ്ധിച്ചു വന്നാൽ മാത്രം മതി. ഇത് ദക്ഷന് കൂടിയപ്പോൾ ദക്ഷൻ കടന്നു വന്ന സമയത്ത് ബ്രഹ്മാവ് എഴുന്നേറ്റില്ല. ബ്രഹ്മാവ് എഴുന്നേൽക്കാത്തത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ബ്രഹ്മാവ് പിതാവാണല്ലോ. പക്ഷേ ഇതേ സമയത്ത് മരുമോൻ അവിടെ ഇരിപ്പുണ്ട്, ശിവൻ മഹാദേവനുമാണ്. അപ്പം മഹാദേവൻ എന്ന സ്ഥാനത്ത് ശിവനെ കാണുന്നതിന് പകരം, മനസ്സിലായില്ലേ, ആരായി കണ്ടു? മരുമകൻ എന്ന തരത്തിൽ താഴ്ത്തി കണ്ടു. നമുക്കൊരാളിൽ രണ്ട് തരത്തിലുള്ള ബന്ധുത്വം ഉണ്ടെന്ന് വെക്കുക. നമ്മൾ അയാളെ പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം പറയുന്ന അകത്ത ബന്ധമാണോ അടുത്ത ബന്ധമാണോ?
ഏറ്റവും അടുത്ത ബന്ധം പറയില്ലേ. ഇനി 2 ഗുണമുണ്ടെന്ന് നോക്കുക. ഒരാൾ നല്ലതുപോലെ പാട്ട് പാടും, പക്ഷെ പടവും വരയ്ക്കും. നമ്മൾ അയാളെ പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം എന്താ പറയുന്നത്? നല്ലപോലെ പാട്ട് പാടും, അത് കഴിഞ്ഞ് പറയും കൂടാതെ പടവും വരയ്ക്കും. ഇവിടെയും മഹാദേവൻ എന്ന ഗുണത്തെ ആദ്യമേ കാണുന്നതിന് പകരം എന്തായി കണ്ടു? മരുമകൻ എന്ന നിലയിൽ കണ്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മരുമകൻ എഴുന്നേറ്റില്ല അല്ലേ? ദേഷ്യം വന്നു. ദക്ഷൻ ശിവനെ പരിഹസിച്ചു, അപമാനിച്ചു. ചുമ്മാതല്ല നീ വൃത്തിഹീനനായി നടക്കുന്നതൊക്കെ ചോദിച്ച് അപമാനിച്ചു. ശിവനൊന്നും മിണ്ടിയില്ല. കാരണം എന്താ? ഇവിടെ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ സതിയുടെ അല്ലേ അച്ഛനാണല്ലോ, ആ മാന്യതയും കൂടി കൊടുത്തു. മഹാദേവൻ 2 തരത്തിലും ക്ഷമിച്ചു. അജ്ഞാനിയോട് ഏറ്റുമുട്ടാനും മഹാദേവൻ നിന്നില്ല. പിന്നെ സതിയുടെ പിതാവാണെന്നൊരു സ്ഥാനം കൂടി കണ്ടുകൊണ്ട് ഭഗവാൻ അവിടെ നിന്നങ്ങ് തിരിച്ചുപോയി. ദക്ഷനും അവിടെ നന്ദിയുമായിട്ട് വളരെ തർക്കമായി. നന്ദി പറഞ്ഞു നിന്റെ തല തെറിച്ചു പോട്ടെ എന്നൊക്കെ ശപിച്ചു. നന്ദിയോടും ശിവഭൂതഗണങ്ങളോട് തിരിച്ച് ശാപം കൊടുത്തത് നിങ്ങൾ ഇരിക്കപ്പുറത്ത് ഇല്ലാത്തവരായി പോട്ടെ എന്ന് പറഞ്ഞു. അതാണ് ഈ ഭൂതങ്ങളെന്നും ഇരിക്കാതെ അങ്ങ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും ശാപവും വാക്കുമൊക്കെ ഉണ്ട്, തർക്കമൊക്കെ ഉണ്ടായി. ഇത് കഴിഞ്ഞ് പിരിഞ്ഞു. ഭഗവാൻ നേരെ സ്ഥലത്തെത്തി. അവിടെ ഈ സതീദേവി വൃത്താന്തങ്ങളൊക്കെ അറിഞ്ഞു. കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. ഇതിനുശേഷം ഇവർ തമ്മിൽ പിന്നെ യോജിച്ചിട്ടില്ല, അകലമായല്ലോ. ഈ അകലത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന വേളയിൽ ഇവിടെ ദക്ഷൻ തന്നെ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. ദക്ഷൻ ഈ യാഗം മനഃപൂർവ്വം നടത്തിയ എന്താ? ശിവനെ ഒന്നുകൂടി, ശിവനോടുള്ള ആ ഒരു ദേഷ്യം, ശിവൻ ഇതൊക്കെ ഇങ്ങ് വിട്ടു. പക്ഷേ ദക്ഷൻ വീണ്ടും ഈ ദുഷ്ടന്മാരെപ്പോഴും എന്ത് ചെയ്യും? പക വെച്ചുകൊണ്ടിരിക്കും. അവസരം ഉണ്ടാക്കിയെടുക്കും. അവസരം ഉണ്ടാക്കി വീണ്ടും അതിനെ വീട്ടാൻ നോക്കും. ദക്ഷൻ അവസരം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. എല്ലാവരെയും ക്ഷണിച്ചു. ആരെ ക്ഷണിച്ചില്ല? മഹാദേവനെയും ക്ഷണിച്ചില്ല, സതിയെയും ക്ഷണിച്ചില്ല. അപ്പോൾ സാധാരണ യാഗം നടക്കുമ്പോൾ ആ യാഗത്തിന് സദ്ഫലം കിട്ടണമെങ്കിൽ അവിടെ ആരുണ്ടാവണം? മഹാദേവൻ ഉണ്ടാവണം. ഇതറിയാത്ത ആളല്ല ദക്ഷൻ. പക്ഷേ എന്നാലും ദക്ഷൻ അഹങ്കാരം കൊണ്ട് ക്ഷണിക്കാതെ പകരം വിഷ്ണുവിനെ കൊണ്ടുവന്ന് യാഗത്തിൻ്റെ അധിപനാക്കി. അങ്ങനെ യാഗം തുടങ്ങി. ആ യാഗം നടക്കുന്നത് അറിഞ്ഞു സതീദേവി. ആ യാഗം നടക്കുന്ന അറിഞ്ഞിട്ട് ശിവനോട് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ്റെ അടുത്തൊരു യാഗം നടക്കുന്നുണ്ട്, അവിടെ പോകണ്ടേ? ശിവൻ പറഞ്ഞു നമ്മളെ ക്ഷണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ സതീദേവി ഒരു വാദം പറഞ്ഞു, സ്വന്തം വീട്ടിലെ കാര്യത്തിന് പ്രത്യേകിച്ച് ക്ഷണം വേണ്ട, പോകാം. പക്ഷെ എന്നാലും മഹാദേവൻ പറഞ്ഞു അർഹതയില്ലാത്തത് ചെന്നാൽ അവിടെ എന്തുണ്ടാവും? ദുഃഖമുണ്ടാവും അല്ലേ? ജീവിതത്തിൽ അർഹതയില്ലാത്ത സ്ഥലത്ത് നമ്മൾ ആര് ചെന്നാലും എന്തുണ്ടാവും? ദുഃഖമുണ്ടാവും. നമ്മളെ ഒരാൾ മാനിക്കാത്ത സ്ഥലത്ത് നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഇടിച്ചു കയറിപ്പോയി തലയിട്ടാൽ തലയ്ക്ക് അടിയും കെട്ടി തിരിച്ചു വരും. അതുകൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ എന്ത് ചെയ്യരുത്? നമ്മളെ മാനിക്കാത്തതും ഉൾക്കൊള്ളാത്ത സ്ഥലത്ത് ഒരിക്കലും ആളാവാൻ പോകരുത്. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശീലിക്കുക, മാനിക്കുന്ന കാലത്ത് പോയാൽ മതി, അല്ലാതെ എല്ലായിടത്തും നമ്മളങ്ങ് പോയി ചെന്ന് കയറണമെന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഇതൊക്കെ പറഞ്ഞെങ്കിലും സതീദേവി അവസാനം വാശി പിടിച്ചു. അവസാനം സതീദേവി എന്തുകൊണ്ട് അവിടെ വാശി പിടിച്ചാൽ ചിലപ്പം തൻ്റെ പോക്ക് കൊണ്ടെങ്കിലും ഈ പിണക്കം ഇല്ലാണ്ടായാലോ അല്ലേ? അങ്ങോട്ട് ചെല്ലുന്നത് കൊണ്ടെങ്കിലും പിന്നീട് പരസ്പരം പിണക്കമൊക്കെ ഇല്ലാതാവുന്നെങ്കിൽ എപ്പോഴും തൻ്റെയും കുടുംബവും ഭർത്താവിൻ്റെ കുടുംബം യോജിച്ച് പോകണമെന്നല്ലേ ഒരു അമ്മ ആഗ്രഹിക്കുള്ളൂ. സതീദേവി അപ്രകാരം യാത്ര പറഞ്ഞു. ശിവൻ പറഞ്ഞു ശരി ഞാനിനി തടയുന്നില്ല, കാരണം വരാനുള്ളത് വിധിഹിതം പോലെ വരും. എന്താ കാരണം? മഹാദേവനെ അവമാനിച്ച ദക്ഷന് നന്ദി കൊടുത്ത ശാപമുണ്ട്, അത് മഹാദേവൻ അറിയാം. ആ ദക്ഷൻ അഹങ്കാരിയായ ദക്ഷൻ്റെ ശിക്ഷ കിട്ടണമെങ്കിലും സതി പോകേണ്ടതാണ് എന്നും കൂടി അറിയാം. പക്ഷേ ഇത് പുറമേ കാണിക്കാതെ സതിയെ യാത്രയാക്കി. സതി അവിടുന്ന് പോകുന്ന സമയത്ത് അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നത് സതിയോടൊപ്പം ഈ ഭൂതഗണങ്ങളെല്ലാം കൂടെ പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇവിടെ വ്യാസം വർണ്ണിക്കുമ്പോൾ എടുത്തു പറയുന്നുണ്ട് സഖി ഏകാഗിയായി പോയെന്നാണ് പറയുന്നത്. ഇവിടെ ഇത്രയും ഭൂതഗണങ്ങളെ കൂടെ പോയ സഖി ഏകാഗിയായി എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനോട് ചേരുമ്പോഴാണോ പൂർണ്ണമാകുന്നത് അത് ചേരാതെ പോയി. മനസ്സിലാവുന്നുണ്ടോ? ആരോട് ചേരുമ്പോഴാണ് പൂർണ്ണ? ശിവനോടാ. അതിൽ നിന്ന് പോയത് കൊണ്ടാണ് ഒറ്റപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് സതി പോയെന്നാണ് പറയുന്നത്. ആ സതീദേവി അവിടെ ചെന്നു. യാഗസ്ഥലത്ത് ചെന്നപ്പോൾ ദക്ഷൻ കണ്ടു. ദക്ഷൻ കണ്ട മാട്ടൊന്നും നടിച്ചില്ല. അകത്തോട്ട് ചെന്നപ്പോൾ അമ്മ കണ്ടെങ്കിലും അമ്മയ്ക്കും ഭർത്താവിനെ ഭയന്ന് കണ്ടില്ല, നടിച്ചു. സഹോദരിമാരും വലുതായിട്ടൊന്നും മൈൻഡ് ചെയ്തില്ല. ആകെ അപമാനിതയായി. പ്രത്യേകിച്ചൊരു ക്ഷണവും അവിടെ ചെന്നിട്ട് പോലും കിട്ടാവുന്നപ്പോൾ സതി ഉഗ്രകോപം കൊണ്ട് ദക്ഷനോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ പിതാവാണെന്നത് ഞാൻ ലജ്ജിക്കുന്നു. സാക്ഷാൽ മഹാദേവനെ അറിയാത്ത, മഹാദേവൻ്റെ പുണ്യമറിയാത്ത നിങ്ങൾ എങ്ങനെയാണ് പ്രജാപതിയായി മാറിയത്, ബ്രഹ്മപുത്രനായി മാറിയത്? നിങ്ങൾ എങ്ങനെയാണ് ഈ യാഗം കൊണ്ട് ലോകനന്മയുണ്ടാക്കുന്നത്? ലോകനന്മയ്ക്ക് കാരണക്കാരനായ മഹാദേവനെ കൂടാതെ എങ്ങനെയാണ് ലോകമംഗളം ഉണ്ടാകുന്നത്? നിങ്ങൾക്കറിയില്ലേ മഹാദേവൻ്റെ നാമം തന്നെ ശിവൻ എന്നാണ്. ശിവം എന്ന് പറഞ്ഞാൽ എന്താ? മംഗളം എന്നാണ്. അപ്പം മംഗളസ്വരൂപനായ മഹാദേവനെ കൂടാതെ, പരമശിവനായിട്ട് സർവ്വതിനും ഈശ്വരനായ മഹാദേവനെ കൂടാതെ ഈ യാഗം ഒരിക്കലും പൂർണ്ണമല്ല.
നിങ്ങൾ അപമാനിതയായതുകൊണ്ട് ഞാൻ ജന്മമെടുത്തപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, അപമാനിക്കപ്പെട്ട ആ നിമിഷം ഈ ശരീരം ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ദക്ഷപുത്രിയായി വന്നത്. ആ വാക്ക് ഞാനിതാ പാലിക്കുന്നു എന്ന് പറഞ്ഞ് സ്വയം അഗ്നിയിൽ തൻ്റെ ശരീരത്തെ സതി അവസാനിപ്പിച്ചു. ഈ വൃത്താന്തം നാരദർ പറഞ്ഞ് ശിവൻ അറിഞ്ഞു. ഈ ഭൂതഗണങ്ങളൊക്കെ അവിടെ ദക്ഷനുമായിട്ട് ഏറ്റുമുട്ടി ഘോര യുദ്ധം നടന്നു. ഭൂതഗണങ്ങളൊക്കെ ദക്ഷൻ്റെ പ്രഹരമേറ്റ് ഓടി. അവസാനം ശിവൻ്റെ അടുത്ത് ചെന്നു ഭഗവാനോട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, സതീമാതാവ് നഷ്ടപ്പെട്ടു, അഗ്നിയിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അഗ്നിയിലേക്ക്, സ്വന്തം ശരീരത്തെ യാഗാഗ്നിയിലേക്ക് അല്ലെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് സതീദേവി ശരീരത്തെ വെടിഞ്ഞിരിക്കുന്നു. ഭഗവാനാകട്ടെ അത്യന്തം ക്രോധത്തോടുകൂടി തൻ്റെ താണ്ഡവ നൃത്തത്തിലേക്ക് ആടുന്ന സമയത്ത് ഭഗവാനിൽ നിന്ന് ഭദ്രകാളിയും വീരഭദ്രനും രൂപപ്പെട്ടു. അവരോട് ഭഗവാൻ കൽപ്പിച്ചു, ദക്ഷന് തക്കതായ ശിക്ഷ കൊടുക്കുക. എത്ര വേണ്ടപ്പെട്ടവനാണെങ്കിലും എത്ര മാനിക്കേണ്ടവനാണെങ്കിലും ലോക തിന്മ ചെയ്യുന്ന തരത്തിൽ ലോകത്തിന് നാശകരമാകുന്ന അഹങ്കാരിയായി കഴിഞ്ഞാൽ, മനസ്സിലാവുന്നുണ്ടോ, അവരെ പിന്നെ വെച്ചേക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? മാനിക്കേണ്ട ആളാണെങ്കിൽ പോലും മോശപ്പെട്ട പ്രവൃത്തി ചെയ്താൽ പിന്നെ അല്ലേ, അവരാണല്ലോ ഒട്ടും ചെയ്യാൻ പാടില്ലാത്തത്. അങ്ങനെയുള്ള അവസ്ഥയെത്തി. ഇവിടെ നേരെ ദക്ഷൻ്റെ യാഗസ്ഥലത്തേക്ക് വീരഭദ്രൻ കടന്നു ചെന്നു. അവിടെ ചെല്ലുമ്പോൾ വിഷ്ണു ഭഗവാനാണ് ആദ്യം എതിരിടാൻ വരുന്നത്. പക്ഷേ വിഷ്ണു ഭഗവാന് തന്നെ മനസ്സിലായി ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല. അതെല്ലാം കഴിഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് സ്വയം ഒഴിഞ്ഞു കൊടുത്തു. അങ്ങനെ ദക്ഷനുമായി നേരിട്ട് ഏറ്റുമുട്ടി. അവസാനം ദക്ഷനെ പിടികൂടി ദക്ഷൻ്റെ ശിരസ് പിരിച്ചെടുത്ത് അഗ്നിയിൽ ഹോമിച്ചു. എന്താ ദക്ഷൻ്റെ ശിരസ് പിരിച്ചെടുത്ത് അഗ്നിയിൽ ഹോമിച്ചു എന്ന് പറഞ്ഞാൽ, അഗ്നിയാണല്ലോ എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നത്. ഇവിടെ അശുദ്ധമായത് എന്താ? ശിരസല്ലേ. അഹങ്കാരം കയറുന്നത് എവിടെയാ? ശിരസിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ അശുദ്ധമായ അഹങ്കാരത്തിൻ്റെ ഇരിപ്പിടമായതിനെ ശുദ്ധീകരിച്ചു എന്ന് പറയാം. ഈ സമയത്ത് ദക്ഷൻ ഇങ്ങനെ ഒരു ശാപം ഉണ്ടല്ലോ, തല തെറിച്ചു പോകണമെന്ന്, നഷ്ടപ്പെടണമെന്ന്. അപ്പോൾ അപ്രകാരം ഇത് ചെയ്തു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ തിരിച്ചുപോയി. ഈ സമയത്ത് ദേവന്മാരെല്ലാവരും വീണ്ടും വന്നിട്ട് ശിവൻ്റെ അടുത്ത് പ്രാർത്ഥന പറയാം, ഭഗവാനെ യാഗം മുടങ്ങാൻ പാടില്ല. യാഗം ലോകമംഗളത്തിനാണ്, മുടങ്ങിയാൽ അത് ദോഷമാണ്. അതുകൊണ്ട് യാഗം മുടങ്ങണമെങ്കിൽ ദക്ഷൻ ജീവിക്കണം, അങ്ങ് കാരുണ്യം കാട്ടണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഭഗവാൻ തൻ്റെ ക്രോധമൊക്കെ മാറിയ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? പകരം ദക്ഷന് ഒരു മൃഗത്തിൻ്റെ ശിരസ് വെച്ച് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അപ്രകാരം ഒരു ആടിൻ്റെ ശിരസ് വെച്ച് ദക്ഷനെ വീണ്ടും ജീവിച്ചു. അങ്ങനെ ദക്ഷൻ അജശിരസോടുകൂടി യാഗം പൂർത്തീകരിച്ചു. ഇവിടെ എന്തുകൊണ്ടാണ് ആടിൻ്റെ തല? നമ്മൾ ചിലപ്പോൾ ചോദിക്കും, മനുഷ്യൻ്റെ തല മാറ്റി ആടിൻ്റെ തല വെച്ചാൽ ജീവിക്കാൻ പറ്റുമോ? ആ അർത്ഥത്തിലല്ല ഇവിടെ എടുക്കേണ്ടത്. മനുഷ്യൻ്റെ തല എന്ന് പറയുന്നത് വിവേകബോധത്തോടു കൂടിയുള്ളത്, മൃഗത്തിൻ്റെ തല എന്ന് പറഞ്ഞാൽ വിവേകബോധമില്ലാത്ത വിവേകശൂന്യൻ. മനസ്സിലാവുന്നുണ്ടോ? ദക്ഷൻ തൻ്റെ പ്രവൃത്തി കൊണ്ട് എങ്ങനെ അധപ്പതിച്ചു? വിവേകശൂന്യനായി തീർന്നു. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഈ ശിരസ് മനുഷ്യൻ്റെ ശിരസാവുന്നത് എപ്പോഴാണ്? വിവേകബോധം കൊണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ. അത് മാറ്റിയിട്ട് നമ്മൾ മൃഗതുല്യമായ ചിന്തയിൽ ഉപയോഗിച്ചാൽ നമ്മുടെ ശിരസ് കേവലം ഇതാണൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ സ്വഭാവം എന്തായി മാറി? മൃഗസ്വരൂപമായി മാറി. അതിലെ നമ്മൾ ചില ആൾക്കാരെ നോക്കിയിട്ട് വളരെ എന്തൊരു മൃഗവാടാ നീ എന്നൊക്കെ ചോദിക്കില്ലേ? അതിൻ്റെയൊക്കെ കാരണം ഇതാണ്. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് ഭഗവാൻ നേരെ ഘോരമായ ധ്യാനത്തിലേക്ക് പോയി, സമാധി അവസ്ഥയിലേക്ക് പ്രാപിച്ചു. കാരണം പൂർണ്ണമായും ഭഗവാൻ സതീവിയോഗത്തിന് ശേഷം ധ്യാനരൂപത്തിലേക്ക് മാറി. അങ്ങനെ മാറുന്ന സമയത്ത് അവിടെ ഒരു അസുരൻ രംഗപ്രവേശനം ചെയ്യുന്നുണ്ട്. ഈ അസുരൻ എന്ന് പറയപ്പെടുന്നത് താരകാസുരൻ എന്ന പേരുള്ളൊരു അസുരനാണ്. താരകാസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ബ്രഹ്മാവിനെ തപസ് ചെയ്യുന്ന സമയത്ത് അസുരന്മാർ ആദ്യം ചോദിക്കുന്ന വരം നമ്മൾ പലപ്പോഴും പറഞ്ഞു, എന്താ? മരണം ഉണ്ടാകരുതെന്നാണ്. അത് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഉപാധി ചിന്തിച്ച് എന്താ രക്ഷപ്പെടാൻ? ശിവപുത്രൻ്റെ കൈകൊണ്ടേ മരിക്കാവൂ. കാരണം എന്താ? സതീദേവിയിൽ ശിവന് പുത്രനില്ല. ഇപ്പോഴത്തെ ശിവൻ്റെ തീവ്ര വൈരാഗ്യം കണ്ടാൽ ഈ അടുത്ത കാലത്തൊന്നും വിരകത്തിൽ നിന്ന് ആര് പോയി കല്യാണം കഴിക്കില്ല? ശിവൻ കല്യാണം എനിക്ക് മേലിൽ കഴിക്കില്ല എന്ന് ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ശിവപുത്രൻ ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ശിവപുത്രനാൽ വധിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടാകില്ല എന്ന അർത്ഥത്തിലാണ് വരം ചോദിച്ചത്. ബ്രഹ്മാവ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ബ്രഹ്മാവ് വരവും കൊടുത്തു, ശിവപുത്രനാൽ വധിക്കപ്പെടട്ടെ എന്ന് കൊടുത്തു. രണ്ടർത്ഥത്തിലാണ് ബ്രഹ്മാവ് കൊടുത്തത്. കാര്യം ഈ വരത്തിൻ്റെ ഫലമായിട്ടെങ്കിലും ശിവൻ്റെ തപസ്സിനെ ഇളക്കാൻ ചില നിമിത്തങ്ങളാവട്ടെ എന്നും ചിന്തിച്ചു. അങ്ങനെ വരം നേടിയ താരകാസുരൻ ഈ ദേവലോകം എല്ലാം പിടിച്ചെടുത്തു. സർവ്വതിനെ ആധിപത്യം ഉറപ്പിച്ചു. ഈ സമയത്ത് ദേവന്മാരെല്ലാവരും ഓടി ബ്രഹ്മാവിൻ്റെ അടുത്ത് തന്നെയെന്ന്. ബ്രഹ്മാവ് വിഷ്ണുവായിട്ട് ആലോചിച്ചു, ഇനി ഒരൊറ്റ രക്ഷാമാർഗ്ഗമേ ഉള്ളൂ, ശിവന് പുത്രൻ ജനിച്ചേ പറ്റൂ. കാര്യം വരം കൊടുത്തു പോയില്ലേ? വരം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? താരകാസുരനെ വധിക്കണമെങ്കിൽ ആർക്കും സാധിക്കില്ല, ശിവപുത്രനെ വേണം. പണ്ട് മഹിഷാസുരനെ വധിക്കാൻ നാരിക്കേ സാധിക്കും എന്ന് പറഞ്ഞു. അന്ന് വിഷ്ണു അപ്പോൾ ഓർമ്മിപ്പിച്ചു. എന്നിട്ട് നമ്മൾ കേൾക്കാതെ പോയി യുദ്ധം ചെയ്യാൻ പോയി. അന്ന് മഹാദേവനും കൂടെ വന്നു, എന്നിട്ടും സാധിച്ചില്ല. നാണം കെട്ട് യുദ്ധക്കളത്തിൽ നിന്ന് ഓടേണ്ടി വന്നു. അതുപോലെ താരകാസുരനോട് യുദ്ധം ചെയ്യാൻ വിഷ്ണു ഇല്ലെന്ന് പറഞ്ഞു. ഇനി ശിവൻ്റെ പുത്രനെ കിട്ടുക, അതുകൊണ്ട് ശിവനെ ഭജിക്കാൻ പറഞ്ഞു. ഇവരെല്ലാവരും കൂടി പോയി ശിവനെ ഭജിച്ചു. ശിവനെ ഭജിക്കുന്ന സമയത്ത് ആ ശിവനെ ഭജിക്കുകയും അതിനെ തുടർന്ന് തന്നെ ദേവിയെയും ഭജിച്ചു. കാരണം ദേവിയാണല്ലോ ഇതിന് തിരിച്ചു വരേണ്ടത്.
അപ്പോൾ ദേവിയെ ഭജിച്ചു. ദേവി പറഞ്ഞു, ഞാൻ ഹിമവാന്റെ പുത്രിയായി അദ്രികയായി ഞാൻ തിരിച്ചു വന്നുകൊള്ളാം എന്ന് വാക്കുകൊടുത്തു. അതിന് പ്രകാരം ബ്രഹ്മാവ് ഹിമവാനോട് പറഞ്ഞു, തൻ്റെ പുത്രനാണ് ഹിമവാൻ, ഹിമവാനോട് തപസ് ചെയ്യാൻ പറഞ്ഞു. ഹിമവാൻ തപസ് ചെയ്തിട്ട് സാക്ഷാൽ ഭഗവതിയെ മകളായി വേണമെന്ന് ആഗ്രഹം അറിയിച്ചു. ദേവി വരം കൊടുത്തു. അതിന് പ്രകാരം ഹിമവാന്റെ പുത്രിയായി ഉമയായി ആര് ജനിച്ചു? ഭഗവതി ജനിച്ചു. ജനിക്കുമ്പോൾ ഉണ്ടായിരുന്ന പേര് കാളി എന്നും ഉമയെന്നുമാണ്. യഥാർത്ഥത്തിൽ കാളി എന്ന് പറയുന്ന പാർവതി ഭാവം തന്നെയാണ്. പാർവതി എന്ന പേര് വരുന്നത് പർവ്വത നന്ദിനി ആയതുകൊണ്ട് പാർവതി, മനസ്സിലായില്ലേ? ഹിമവാന്റെ പുത്രി ആയതുകൊണ്ട് പാർവതി. ഗൗരി എന്നും പേര് വന്നു. അങ്ങനെ വിവിധ നാമങ്ങളിലായി ദേവി അറിയപ്പെട്ടു. അപ്രകാരം ആ പാർവതി ജനനം നടന്നു. പാർവതി ജനനത്തിന് ശേഷം പാർവതി വളരെ ഉല്ലാസവതിയായി വളർന്നു വരുന്ന സമയത്ത് പാർവതിയെ അവിടെ ഹിമവാന്റെ കൊട്ടാരത്തിൽ വരുന്ന നാരദരുടെ മുന്നിലേക്ക് ഒരിക്കൽ ഈ കുട്ടിയുടെ ജാതകം നോക്കാൻ വേണ്ടിയിട്ട് ഹിമവാൻ പറഞ്ഞു. കാരണം ജാതകം ജ്യോതിഷത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ ആളാണ് നാരദർ. ആ സമയത്ത് ജാതകം ഒന്നും നോക്കാതെ കൈരേഖ നോക്കിയിട്ട് പറഞ്ഞു, മംഗളരേഖയുണ്ട് കയ്യിൽ, അതുപോലെ തന്നെ അമംഗളരേഖയും ഒരേപോലെ ഉണ്ട്. അമംഗളനായ മംഗളസ്വരൂപനെ വിവാഹം കഴിക്കും. മനസ്സിലായില്ലേ? അമംഗള രേഖയുണ്ട്, വിവാഹം കഴിക്കുന്ന ആൾ അമംഗളനും കൂടി ആയിരിക്കും എന്ന് പറഞ്ഞു. ഒരേ സമയത്ത് തന്നെ മംഗളരേഖയിൽ അമംഗളത്വം വന്നു. അപ്പോൾ അതാരായിരിക്കും എന്ന് പാർവതി ചോദിച്ചപ്പോൾ പറഞ്ഞു, ശിവനാണ് എന്ന് പറഞ്ഞു. അന്ന് മുതൽ പാർവതിയുടെ മനസ്സിൽ ആരുടെ സ്ഥാനം വന്നു? ശിവനെ സങ്കല്പിച്ച് ഉറപ്പിച്ചു. അങ്ങനെ നാരദര വാക്ക് തെറ്റാറില്ല. അതിന് പ്രകാരം തൻ്റെ ആഗ്രഹം മാതാപിതാക്കളോടൊക്കെ ഉണർത്തിച്ചു. ഹിമവാനോട് നേരിട്ട് ബ്രഹ്മാവ് ഈ ആദ്യം തന്നെ ഇത് പറഞ്ഞിരുന്നു. അതിന് പ്രകാരമാണ് തപസ് ചെയ്ത് മകളെ ലഭിച്ചതും. അതൊക്കെ കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് ചിന്തിച്ചു. ഇവിടെ പാർവതി ദേവി ആകട്ടെ തൻ്റെ പിതാവിനോട് പറഞ്ഞു. അതാ കൈലാസ ശൃംഗത്തിൽ തന്നെയാണ് ആരുള്ളത്? ശിവഭഗവാൻ ധ്യാനത്തിലിരിക്കുന്നത്. അദ്ദേഹം തപസ് ചെയ്യുന്ന സ്ഥലത്ത് പോയി അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് അദ്ദേഹത്തിനെ സംതൃപ്തയാക്കാൻ ഉള്ള അവസരം എനിക്ക് തരണം എന്ന് പറഞ്ഞു. അനുവാദം അച്ഛൻ കൊടുത്തു. അതിന് പ്രകാരം പാർവതി ദേവി പോയിട്ട് തൻ്റെ ആ ഇഷ്ടഭാഗത്തിൽ നിൽക്കുന്ന ഭഗവാനെ പൂജിക്കാൻ തുടങ്ങി. പക്ഷേ അവിടെ ചെന്ന് എല്ലാം ഒരുക്കി വെക്കും പൂജയ്ക്ക്. പക്ഷേ ഭഗവാൻ ഒരിക്കൽ പോലും ആരെ ശ്രദ്ധിച്ചിട്ടില്ല? പാർവതിയെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ നാളുകൾ ഏറെ കഴിഞ്ഞു. ഇങ്ങനെ പോകുന്നു. ഇവിടെ താരാകാസുരൻ ഒരു ഭാഗത്ത് പ്രശ്നം ഉണ്ടാക്കുന്നു, മറുഭാഗത്ത് ശിവനാകട്ടെ ഘോരമായ തപസ്, പാർവതി ആകട്ടെ ശിവനെ തപസ്സളക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. മൂന്നിനും വ്യത്യസ്തമായ ഫലമാണ് ഉള്ളത്. അപ്പോൾ ഇത് നേരെയാവാൻ വേണ്ടി ബ്രഹ്മാവിനെ കണ്ടപ്പോൾ ബ്രഹ്മാവ് ദേവന്മാരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, പാർവതിയെ സഹായിക്കാൻ ആരെ വിടാൻ? കാമദേവനെയും കൂടെ അയക്കാൻ പറഞ്ഞു. കാമദേവൻ എന്ന് പറഞ്ഞാൽ എന്താ? സീനറി ഒരുക്കുന്ന ആളാണ്. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഒരു സിനിമയൊക്കെ കാണുമ്പോൾ നായികയും നായകനും വഴി വെച്ച് കണ്ടുമുട്ടി, രണ്ടുപേരും സംസാരിച്ചു, പ്രണയം ഉടലെടുത്തു. പിന്നെ കാണുന്നത് എന്താ? വലിയ പൂപ്പാടത്തിൽ അല്ലേ, വലിയ സീനറിയുള്ള നദീതടത്തിൽ വെള്ളച്ചാട്ടത്തിനടുത്തല്ലേ പിന്നെ പാട്ട് സീൻ കാണിക്കുന്നത്. എന്താ കാര്യം? ഒരു സീനറി കൂടെ വരുമ്പോൾ ആ രംഗത്തിനൊരു കൊഴുപ്പ് വരും ഇല്ലേ? അതുപോലെ കാമദേവൻ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, കാമദേവൻ വരുന്ന സമയത്ത് പ്രകൃതിയൊക്കെ അങ്ങ് പുഷ്പിക്കും. മനസ്സിലായില്ലേ? ഈ പ്രണയം ഉടലെടുക്കണമെങ്കിൽ പ്രകൃതിയും കൂടി പൊരുത്തപ്പെടണം ഇല്ലേ? പ്രകൃതിക്കൊരു പൊരുത്തം ഇല്ലെങ്കിൽ പ്രണയം വരുമോ? വരില്ല. അന്തരീക്ഷം ഒരുക്കുക. അപ്പോൾ അതിനനുസരിച്ച് കാമദേവൻ വന്നു. ഋതുഭേദങ്ങളെ മാറ്റി പഞ്ചബാണം കൊണ്ട് കാമദേവൻ പ്രകൃതിയെ മാറ്റുന്നത്. ഇവിടെ പഞ്ചബാണത്തിനൊക്കെ ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ കാമദേവനെ വിളിച്ചു. കാമദേവൻ പറഞ്ഞു, ശരി ഞാൻ വരാം. കാമദേവൻ അതിനിടയ്ക്കൊരു പ്രശ്നം ഉന്നയിച്ചു. കാരണം പണ്ട് ഇതുപോലെ ഒരിടത്ത് ഞാൻ പോയതാണ്. അന്ന് ഞാൻ അപമാനിക്കപ്പെട്ടു വന്നു. നമ്മളിടയ്ക്ക് പറഞ്ഞു നരനാരായണ മഹർഷിമാരെ തപസ്സലൊക്കെ ഇന്ദ്രൻ വിട്ടതാണ്. അവിടെ ചെന്ന് കാമദേവനായിരുന്നു അന്ന് ആരെയൊക്കെ കൂട്ടിപ്പോയത്? മേനകയും തിലോത്തമയും രംഭയും കൂട്ടിച്ചെന്നത്. അവിടെ ചെന്ന് രംഭ തിലോത്തമ്മമാർ ഡാൻസ് തുടങ്ങി. കാമദേവൻ സംഗീതം വെച്ചു കൊടുത്ത് പശ്ചാത്തല സംഗീതവും മ്യൂസിക്കും ഡിസൈനും ഒക്കെ വരച്ചു കൊടുത്തു. ഇതൊക്കെ കണ്ടിട്ടും അവിടെ നരനാരായണന്മാരുടെ തപസ്സളവില്ല. അവസാനം നാരായണ മഹർഷി ആ വന്നതിനേക്കാൾ നല്ല സൂപ്പർ സാധനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഉർവശിയെ സ്വന്തം തുടയിൽ നിന്ന് സൃഷ്ടിച്ചു കൊടുത്തു. കാമദേവൻ വരെ നാണിച്ചാൽ പോയത്, അപമാനിതയായി. തൻ്റെ പ്രവൃത്തി നിഷ്ഫലമായതുകൊണ്ട് ആ ശങ്കയുണ്ട്. ഇവിടെയും അത് സംഭവിക്കുമെന്നൊക്കെ ചോദിച്ച് ബ്രഹ്മാവ് പറഞ്ഞു, എന്തായാലും ദേവന്മാർക്ക് വേണ്ടിയിട്ടാണല്ലോ, അങ്ങ് പോയി വരണമെന്നൊക്കെ പറഞ്ഞ് ബ്രഹ്മാവ് കൂടെ നിർബന്ധിച്ച് കാമദേവൻ ചെന്നു. കാമദേവൻ ചെന്ന് പാർവതി ദേവിയെ മുന്നിൽ നിർത്തി, ശിവഭഗവാനെ മുന്നിൽ നിർത്തി. പാർവതി ദേവി ഭഗവാനെ ഭജിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുമ്പോൾ കാമദേവൻ തൻ്റെ പഞ്ചസായക ബാണം തൊടുത്തു. കാമദേവൻ്റെ അമ്പെന്ന് വില്ലെന്ന് പറയുന്നത് എന്താണെന്നറിയോ? കരിമ്പാണ്. കരിമ്പിനകത്താണ് ഈ പഞ്ചസായക ബാണം. കരിമ്പിൻ്റെ പ്രത്യേകത എന്താ? മധുരമുള്ളതല്ലേ. മധുരം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാൻ തോന്നും. അതാണ് പഞ്ചസായക. ആ വില്ല് അത് പഞ്ചസായകമാണെന്ന് വെച്ചാൽ 5 മുനയുള്ളതാണ്. 5 വില്ല് ചേർത്ത് തന്നെ. ഈ 5 വില്ലെന്ന് വെച്ചാൽ പഞ്ചേന്ദ്രിയത്തെ ഉത്തേജിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ അതിനർത്ഥം. മനസ്സിലായില്ലേ? പഞ്ചേന്ദ്രിയത്തിലൂടെയല്ലേ സുഖം മുഴുവൻ അറിയുന്നത്. ആ പഞ്ചേന്ദ്രിയത്തെ ആസ്വദിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ആ പഞ്ചേന്ദ്രിയത്തിലൂടെ ഭൗതിക സുഖകാമനെ കടത്താൻ വേണ്ടി തൊടുത്തു. ഈ സമയത്താണ് മഹാദേവൻ അന്തരീക്ഷം മുഴുവൻ മാറി. എന്താണ് സംഭവിക്കുന്ന? കാലത്തിൻ്റെ ഗതി മാറിയപ്പോൾ മഹാദേവൻ കണ്ണ് തുറന്നു. ആ മഹാദേവന് ദേഷ്യം വന്നു. തൻ്റെ തപസ്സിനെ
വിഘ്നം വരുന്നത്. മുമ്പിൽ നിൽക്കുന്ന പാർവതിയെ കണ്ടു, പക്ഷേ കണ്ടെത്തിയത് തന്നെ ഇത് ആരാണ് ഇങ്ങനെ തനിക്കെതിരെ ഒരു വിഘ്നം, തൻ്റെ സ്വസ്ഥത ഇല്ലാതാക്കാനുള്ളത് ആരാണെന്നുള്ള നിലയിൽ മഹാദേവന് ക്രോധം വന്നപ്പോൾ തൻ്റെ മൂന്നാമത്തെ തൃക്കണ്ണ് തുറന്നു. മഹാദേവൻ്റെ തൃക്കണ്ണ് എന്താണെന്ന് ഇവിടെ നമ്മൾ പഠിക്കണം. മഹാദേവൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ കണ്ണ് തുറന്നുള്ളൂ. അത് ഈ സമയത്ത് മാത്രമാണ് തൃക്കണ്ണ് തുറന്നു. ആ കണ്ണ് തുറന്നപ്പോൾ കണ്ണിൽ നിന്ന് അഗ്നി പുറത്തേക്ക് വന്ന് മഹാദേവൻ്റെ അഗ്നിയിൽ കാമദേവൻ ഭസ്മമായി പോയി. ഇവിടെ പുറത്തേക്ക് വന്ന അഗ്നി എന്ന് പറയുന്നത് ജ്ഞാനമാണ്. മനസ്സിലായില്ലേ? അത് തീയല്ല, ജ്ഞാനം കൊണ്ടാണ് കാമത്തെ ഇല്ലാതാക്കുന്നത്. ഇതാണ് അതിൻ്റെ തത്വം. മനസ്സിലായോ? നമുക്കുമൊക്കെ തൃക്കണ്ണ് വേണം ജീവിതത്തിൽ. മൂന്നാമതൊരു കണ്ണ് വേണം. എന്താ? ജ്ഞാനമാകുന്ന കണ്ണ് വേണം. ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് കാണുന്നതിൻ്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയണമെങ്കിൽ ഉള്ളിൽ ഏത് കണ്ണ് വേണം? അറിവെന്ന കണ്ണ് വേണം. അതാണ് തൃക്കണ്ണ്. ഒരിക്കൽ മാത്രമേ മഹാദേവന് കണ്ണ് തുറന്നിട്ടുള്ളൂ. അത് ഈ സന്ദർഭത്തിലാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. അങ്ങനെ ആ ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് കാമദേവനെ ഭസ്മീകരിച്ചു. അതിനുശേഷം നേരെ തന്നിൽ മുമ്പിൽ കണ്ട പാർവതിയിലേക്ക് ശ്രദ്ധ വന്നു. കണ്ണുകൾ പിന്നെ അടച്ചു എങ്കിലും രൂപം ആരുടെ ഉള്ളിൽ തെളിഞ്ഞു? പാർവതിയുടെ രൂപം ഉള്ളിൽ തെളിഞ്ഞു. അതിനുശേഷം ബ്രഹ്മദേവനെ തന്നെ പറഞ്ഞു വിട്ടു. ബ്രഹ്മദേവൻ പോയിട്ട് അവിടെ ഹിമവാനോട് വിവാഹം കഴിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ മംഗളകരമായ മുഹൂർത്തത്തിൽ പാർവതീ ദേവി വിവാഹം കഴിക്കാൻ സർവാഭരണ വിഭൂഷിതനായ ആര് വരുന്നു? മഹാദേവൻ വന്നു. അതുവരെ മഹാദേവൻ അമംഗളൻ എന്നൊക്കെയാണല്ലോ എല്ലാവരും വിശേഷിപ്പിച്ചത്. ഇവിടെ മഹാദേവൻ തന്നെ പാർവതി വിവാഹം കഴിക്കാൻ വരുന്ന കിരീടമൊക്കെ വെച്ചോണ്ടാണ്. മനസ്സിലായില്ലേ? അവിടെ വരുന്നത് സർവ്വ ആഭരണങ്ങളും ധരിച്ച്. കാരണം എന്താ? പ്രകൃതിയിൽ രണ്ട് ഭാവവും ഭഗവാൻ കാണിച്ചു. മനസ്സിലായില്ലേ? ഒന്ന് കിരീടവും ഇല്ല, ഒന്നുമില്ലാത്ത ഭാവം കാണിച്ചു. ജടാവൽക്കം ധരിച്ചുകൊണ്ട് വരുന്നത് കാണിച്ചു. രണ്ടാമത്തെ ഭാവത്തിൽ സർവാഭരണ വിഭൂഷിതനായി കിരീടങ്ങളൊക്കെ വെച്ച് വളരെ വലിയ വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണമാലയും രത്നമാലയൊക്കെ ധരിച്ച് പട്ടുവസ്ത്രങ്ങളോടുകൂടി വെഞ്ചാമരങ്ങളോടുകൂടി സുഗന്ധലേപനങ്ങളൊക്കെ പൂശി വളരെ സുന്ദര രൂപത്തിൽ ഭഗവാൻ വന്നു. പാർവതിയെ വിവാഹം കഴിച്ചു. സമംഗളപൂർവ്വം തൻ്റെ വാഹനത്തിലേക്ക് കയറ്റി ഭൂതഗണങ്ങൾ അഹംപടിയോടെ, ദേവാദിഗണങ്ങൾ അഹംപടിയോടുകൂടി വാഴ്ത്തപ്പെടുന്നവനായി മഹാദേവനും പാർവതി ദേവിയും നേരെ കൈലാസ ശൃംഗത്തിലേക്ക് യാത്രയായി. ഇതാണ് പാർവതീ പരിണയത്തിൻ്റെ സമംഗളപൂർണമായ വിവരം. ഇവിടെ ഒരു വാക്ക് കൂടി പറഞ്ഞ് നിർത്താം. ഒറ്റ വാക്ക് പറയാനുള്ള കാരണം, ഇവിടെ പാർവതി വിവാഹം കഴിച്ച് കൊടുത്തയക്കുന്നതിന് മുമ്പ് പാർവതിയുടെ അമ്മയായ മേനാദേവി ഉത്തമയായ സ്ത്രീകളെ ഉപയോഗിച്ച് പാർവതിക്ക് ഉപദേശം കൊടുത്തു എന്നൊരു ഭാഗം കൂടി ഉണ്ട്. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ പ്രസക്തമായതുകൊണ്ടെന്ന് പറയുകയാണ്. വിവാഹം കഴിച്ച് വിടുമ്പോൾ നമ്മുടെ ആൺകുട്ടിയായാലും പെൺകുട്ടിയാണെങ്കിലും അനുഭവസമ്പന്നരായ, മനസ്സിലായില്ലേ, അറിവുള്ള വ്യക്തികൾ ജീവിതം എന്താണെന്നും കൂടി പറഞ്ഞു കൊടുത്ത് പാകപ്പെടുത്തി വേണം അവരെ അതിന് തയ്യാറാക്കാൻ. ഇല്ലെങ്കിൽ അവർ സ്വയം പാകപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ പ്രായവും അനുഭവവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെയുള്ള ആ കൃത്യമായ ഉപദേശം പാർവതിക്ക് വരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുക. ആ നിലയിലും കൂടിയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് ഈ സമയത്ത് നമുക്ക് അവസാനിപ്പിക്കാം.